എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇക്വിലിബ്രിയത്തിൻ്റെ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ്റെ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ എല്ലാവർക്കും നമ്മുടെ വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് യെസ്, ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ആൻഡ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ലേറ്റ് ആക്കാതെ നമ്മുടെ ടോപ്പിക്കുകളിലേക്ക് പോവാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നീറ്റ്, കീം, JEE, ബോർഡ് എക്സാം എന്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങളുടെ NCERT എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർത്തും നിങ്ങൾക്ക് എന്താ പറയുക, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ NCERT എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഒരാൾ പറഞ്ഞു തരാനുണ്ടാകുമ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ NCERT ഒന്ന് എടുത്തു വെച്ചിട്ട് ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നിങ്ങളുടെ മാർക്കിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ വരാനായിട്ട് പോവാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. സോ എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻസ് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ ഈ റെക്കോർഡിംഗ് അല്ലേ എന്നൊന്ന് ഉറപ്പുവരുത്തിയതാണ്. സോ ഞാൻ നിങ്ങളുടെ കൂടുതൽ സമയം ഞാൻ കളയുന്നില്ല. ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് ടോപ്പിക്. എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് ഇസ് ലോസ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ എ മിക്സ്ചർ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇസ് കോൾഡ് ഇക്വിലിബ്രിയം മിക്സ്ചർ. നമുക്കറിയാം അല്ലേ, ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയം നടക്കുന്ന സമയത്ത് ഈ ഒരു മിക്സ്ചർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇക്വിലിബ്രിയം മിക്സ്ചർ. ഇൻ ദിസ് section we shall address a number of important questions about the composition of the equilibrium mixtures. Equilibrium mixtures ne kurichu parayumballa adinaayittulla kurichu questions inde answers aanu nammal innu ivada parayanayittu pogunnathu. What is the relationship between concentration of reactants and products in an equilibrium mixture? Oru equilibrium mixture il ee concentration of reactants um concentration of products um thammilulla endha paraya bandham enganeyana avarude relationship varunathu? How can we determine the equilibrium concentration from initial concentration? Initial concentrations kitti kazhinjal engane namukku ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാണാനായിട്ട് സാധിക്കും? ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ, അതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. വാട്ട് ഫാക്ടേഴ്സ് ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ടു ഓൾട്ടർ ദി കോമ്പോസിഷൻ ഓഫ് ദി ഇക്വിലിബ്രിയം മിക്സ്ചർ? ഇക്വിലിബ്രിയം മിക്സർ നമുക്കറിയാം, ചിലപ്പം റിയാക്ഷൻ തുടങ്ങി കഴിയുമ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും, റിയാക്ഷൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാം, അവസാനമാവാൻ നേരത്തും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാം. അങ്ങനെ ഇക്വിലിബ്രിയം മിക്സേഴ്സിന്റെ കോമ്പോസിഷൻ എന്ത് ഫാക്ടർ നമ്മൾ മാറ്റി കഴിഞ്ഞാലാണ് അങ്ങനെ കോമ്പോസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് വേറൊരു ചോദ്യം. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ in particular is the important when choosing conditions for synthesis of industrial chemicals like H2, NH2, CaO, etc. Clear alle? Yes? Okay. Appo to answer these questions, let us consider a general reversible reaction. A plus B gives C plus D എന്ന് പറഞ്ഞ ഈ ഒരു റിയാക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എയും ബിയും നമ്മുടെ റിയാക്ടൻസ് ആണ്, സിയും ഡിയും നമ്മുടെ എന്താണ്, പ്രോഡക്ട്സ് ആണ്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് ഇത് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഓൺ ദി ബേസിസ് ഓഫ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് ഓഫ് മെനി റിവേഴ്സിബിൾ, നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ഡബിൾ ആരോ ഇടണം അല്ലെങ്കിൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് നടക്കുന്ന റിയാക്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, റിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഇങ്ങനെ റിവേഴ്സിബിൾ റിയാക്ഷൻസിന്റെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് നമ്മൾ നടത്തിയപ്പോൾ ദ നോർവീജിയൻ കെമിസ്റ്റ് കാറ്റോ മാക്സിമിലിയൻ ഗുഡ്ബർഗ് ആൻഡ് പീറ്റർ വാഗ്, ഈ സയൻസിന്റെ പേരൊക്കെ വളരെ tough names are. So proposed in 1864 that the concentrations in an equilibrium mixture are related to the following equilibrium equation. ഇങ്ങനെ സയന്റിസ്റ്റ് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ട് അവർ കണ്ടുപിടിച്ചു നമ്മുടെ ഇക്വിലിബ്രിയത്തിൽ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിന്റെയും പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത് ഇവരെന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. എന്താ ചെയ്തത്, അവരുടെ സിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ഡിന്റെ കോൺസെൻട്രേഷൻ, അതാണ് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ പ്രൊഡക്റ്റ് അല്ല, ഈ റിയാക്ടന്റ് പ്രോഡക്റ്റ് അല്ല. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുക അല്ലേ. സോ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് ദ റിയാക്ടൻസ്, അതിന്റെ റേഷ്യോ നമ്മൾ എടുക്കുന്ന സമയത്ത് അതെപ്പോഴും നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നത്. അതിനെ നമ്മൾ വിളിച്ച പേരാണ് എന്താ നമ്മൾ അതിനെ വിളിച്ചത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താ വിളിച്ചത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ആൻഡ് ദി എക്സ്പ്രഷൻ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് കോൾഡ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷനെ നമ്മൾ എന്ത് പറഞ്ഞു, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ ആണ്. Kc ഈക്വൽ ടു എന്താ പറയുക, നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി.
Okay, so the equilibrium equation is also known as the law of mass action. ഈ equilibrium equation നമ്മൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, എന്താണ്? Law of mass action, because in the early days of chemistry the concentration were called active mass. നമ്മുടെ കെമിസ്ട്രിയിലൊക്കെ തുടക്കത്തിൽ നമ്മൾ കോൺസെൻട്രേഷന് പകരം യൂസ് ചെയ്ത വാക്കായിരുന്നു എന്ത്? ആക്റ്റീവ് മാസ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്നും വിളിക്കാറുണ്ട്. In order to appreciate their work better, let us consider the reaction between gaseous H2 and I2. അതായത് ഈ എയും ബിയും ഒക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നമുക്ക് ശരിക്കുള്ള ഒരു ഇക്വേഷൻ എടുത്തിട്ട് എങ്ങനെയായിരിക്കും അതിൻ്റെത് വരുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ H2 plus I2 gives 2HI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതാം? 1 mole ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് റിയാക്ട് ചെയ്യുന്നത് 1 mole അയഡിൻ ഗ്യാസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 mole ഹൈഡ്രജൻ അയഡൈഡ് കിട്ടുമെന്നല്ലേ അത് അർത്ഥമാക്കുന്നത്. 6 സെറ്റ് ഓഫ് എക്സ്പെരിമെന്റ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കണ്ടക്ട് ചെയ്തു. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 2.4 എടുത്തു. ദെൻ നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് 5 to 1.38 എടുത്തു. ഇനീഷ്യലി ഇതാണുള്ളത്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എത്തിയ സമയത്ത് നമുക്ക് ഇത് 1.14ഉം ഇത് 0.12ഉം ഇത് 2.52 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, യെസ്, എഗെയിൻ നമ്മൾ സെയിം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് H2 എടുത്തു. I2ന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു. ദെൻ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിൽ ഉണ്ടാവുന്ന കോൺസെൻട്രേഷൻസിൽ എന്തുണ്ട്? ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ അവസാനം എത്തിയപ്പോൾ എന്തായി? നമ്മുടെ റിയാക്റ്റൻസിന്റെ അമൗണ്ട് 0 ആയി. HIന്റെ അമൗണ്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ 6 എന്താ പറയുക എക്സ്പെരിമെന്റ്സ് നമ്മളിവിടെ നടത്തി. 6 സെറ്റ് ഓഫ് എക്സ്പെരിമെന്റ്സ് വിത്ത് വേരിയിങ് ഇനീഷ്യൽ കണ്ടീഷൻസ് were performed, starting with only gaseous H2 and I2 in a sealed reaction vessel in its 4 experiments and only HI in the other 2 experiments. HI മാത്രം എടുത്ത സമയത്ത് എന്താണ്? ഇവിടെ എത്തിയപ്പോൾ കുറച്ച് HI തിരിച്ചു വന്നിട്ട് ആരായിട്ട് മാറുന്നുണ്ട്? H2ഉം I2 ആയിട്ട് മാറുന്നുണ്ട് ഇക്വിലിബ്രിയം ആവുമ്പോഴേക്കും. ഇവിടെ എത്തിയപ്പം ഇവരുടെ എമൗണ്ട് എന്ത് ചെയ്തു? ഇവിടെ കുറയുകയും ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. സോ അതാണ് ഇവിടെ പറഞ്ഞത്. എക്സ്പെരിമെന്റ്സ് 1, 2, 3 and 4 were performed taking different concentrations of H2 and I2. With the time it was observed that the intensity of the purple color remained constant and the equilibrium was attained. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമ്മുടെ HI ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരെന്തുണ്ടാക്കുന്നുണ്ട്? ഒരു വയലറ്റ് കളറ് പേർപ്പിൾ കളറ് അവർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ പേർപ്പിൾ കളർ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ സമയത്തിനാണ് നമ്മൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. ക്ലിയർ അല്ലേ? 5ലും 6ലും നേരെ തിരിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതായത് HI മാറിയിട്ട് H2ഉം I2ഉം ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് എവിഡന്റ് ഫ്രം ദി എക്സ്പെരിമെന്റ് 1, 2, 3 and 4 that the number of moles of dihydrogen reacted is equal to the number of moles of എന്താ പറയാ, yes, number of moles of dihydrogen reacted equal to number of moles of അയോഡിൻ റിയാക്റ്റഡ്. എത്ര നമ്പർ ഓഫ് മോൾസ് നമ്മൾ നോക്കുന്ന സമയത്ത് 1ലും 2ലും 3ലും 4ലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര മോൾ ഇങ്ങോട്ട് റിയാക്ട് ചെയ്തോ അത്ര തന്നെയാണ് അയഡിനും റിയാക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ എന്താ പറയുക ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച് അവരുടെ നമ്പർ ഓഫ് മോൾസിലുള്ള ചേഞ്ചിലേക്ക് നമ്മൾ മാറ്റുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എത്രത്തോളം H2 റിയാക്ട് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം തന്നെ I2ഉം ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ 1:1 ആണ് അവരുടെ എന്ത് റേഷ്യോ വരുന്നത്. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മോൾ H2 ഉണ്ടെങ്കിൽ അത് 1 മോൾ I2 ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. കറക്റ്റ് അല്ലേ? അതല്ലേ ഈ ഇക്വേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. യെസ്, ഓക്കെ. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ദ നമ്പർ ഓഫ് HI ഫോംഡ്. കാരണം നമുക്കറിയാം ഇവിടെ 1 മോൾ എടുത്താൽ ഇവിടെ ഉണ്ടാവുന്നത് 2 മോൾസ് ആണ്. സോ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്തായിരിക്കും? ഹാഫ് മോൾ ഓഫ് HI പ്രൊഡ്യൂസ്. അതായത് ഇവിടെ നമ്മൾ റിയാക്ട് ചെയ്ത എത്ര മോളാണോ അതിന്റെ ഡബിൾ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നതിന്റെ ഹാഫ് ആണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, അത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി മുതൽ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? നമുക്ക് എത്ര H2 ആണോ റിയാക്ട് ചെയ്യുന്നത് അത്ര തന്നെ I2ഉം റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കറക്റ്റ് അല്ലേ? യെസ്, ഓക്കെ. ഇനി knowing the above fact, in order to establish the relationship between the concentration of the reactants and products, several combinations can be tried. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാൻ പറ്റും. ലെറ്റ് us consider the simple expression HI by H2 by I2 എന്ന് പറയുന്ന ഒരു സിമ്പിൾ എക്സ്പ്രഷൻ നമ്മൾ ട്രൈ ചെയ്തിട്ട് ഈ എല്ലാ കോൺസെൻട്രേഷൻസിലുമുള്ള ഈ ഒരു കാര്യം നമ്മൾ ഇട്ട് നോക്കി. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇട്ട് നോക്കി. അപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് കിട്ടി. ആ വാല്യൂസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി ആ എക്സ്പ്രഷൻ നമ്മൾ മാറ്റിയിട്ട് HI സ്ക്വയർ ഡിവൈഡഡ് ബൈ H2 ഇൻറ്റു I2 എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷനിലും നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വേറെ കുറച്ച് വാല്യൂസ് കിട്ടി. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ വാല്യൂസ് എന്താണ്? കുറച്ചും കൂടെ
സിമിലർ ആണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എന്താ പറയുക നമ്മുടെ കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇറ്റ് ഈസ് ഫാർ ഫ്രം ദി കോൺസ്റ്റന്റ് എന്ന് നമുക്ക് മനസ്സിലായി ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്ത സമയത്ത്. ഇഫ് വി കൺസിഡർ ദി എക്സ്പ്രഷൻ HI² ഡിവൈഡഡ് ബൈ H2 into I2 നമ്മൾ ചെയ്യായിരുന്നെങ്കിൽ വി ഫൈൻഡ് ദാറ്റ് ദി എക്സ്പ്രഷൻ ഗിവ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇൻ ഓൾ ദ 6 cases it can be seen that in the expression the power of the concentration of the reactants and products are actually their stoichiometric coefficients. അതാണ് നമുക്ക് 2 HI ഉണ്ടാവുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിവിടെ സ്ക്വയർ ഇട്ട് കൊടുത്തത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടുത്തെ നമ്മുടെ പവർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ ഇൻ ദ റിയാക്ഷൻസ് ഫോർ ദ in the equation for the chemical reactions, അതായത് നമ്മുടെ ഈ ഒരു ഇക്വേഷനിലുള്ള സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ് ഇവിടെ പവർ ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. Thus for the reaction H2 plus I2 gives 2HI following equation 7.1 the equilibrium constant Kc നമുക്ക് എന്ത് എഴുതാം, HI² divided by concentration of H2 into concentration of I2 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ ഈ കേസിക്ക് അല്ലെങ്കിൽ ഈ കോൺസെൻട്രേഷൻസ് നമ്മൾ ഇക്യു എന്നിട്ട് കൊടുക്കാൻ കാരണം എന്താണ്, ഇക്വിലിബ്രിയത്തിലുള്ള അവരുടെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എന്നാണ് അർത്ഥം. ഇതെന്താണ്, സി എന്താണ്, കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എടുത്തത് എന്നുള്ളതിന് അർത്ഥമാക്കിയിട്ടാണ് ഈ സി നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ജനറലി ദ സബ്സ്ക്രിപ്റ്റ് ഇക്യു യൂസ്ഡ് ഫോർ ഇക്വിലിബ്രിയം ഈസ് ഒമിറ്റഡ് ഫ്രം ദി കോൺസെൻട്രേഷൻ ടേംസ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ദാറ്റ് ദ കോൺസെൻട്രേഷൻസ് ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് കെ സി ആർ ദെയർ ഇക്വിലിബ്രിയം വാല്യൂ. സോ നമ്മൾ എപ്പോഴും ഇക്യു എന്ന് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കെ സി ഈക്വൽ ടു concentration of HI² divided by H2 into I2 എന്ന് നമുക്ക് എഴുതാം. Clear? Okay. So the subscript C indicates that the Kc is expressed in concentration mole per liter. Mole per liter ലാണ് നമ്മൾ ഈ കോൺസെൻട്രേഷൻസ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ Kc എന്നെടുത്തത്. വേണമെങ്കിൽ നമുക്ക് പ്രഷറിൽ എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് മാറ്റും, Kc മാറ്റിയിട്ട് Kp ആക്കും. അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയം ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ പ്രോഡക്ട്സ് raised to the respective stoichiometric coefficients in the balanced chemical equation as their powers divided by product of concentration of the reactants raised to their individual stoichiometric coefficients. So for example എൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് AA plus BB gives CC plus DD ആയിരുന്നെങ്കിൽ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ വരുമായിരുന്നു, concentration of C power C into concentration of D power D divided by concentration of A power A into concentration of B power B. കാരണം നമുക്കറിയാം നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിനെ നമ്മൾ പവേഴ്സ് ആക്കി എഴുതണം. ദെൻ നമ്മൾ എന്താ നോക്കേണ്ടത്, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ബൈ എന്താ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം ലോ ഓർ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്ന കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സെയിം സാധനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കെ സി ഈക്വൽ ടു സി പവർ സി ഇൻറ്റു ഡി പവർ ഡി ഡിവൈഡ് ബൈ എ പവർ എ ഇൻറ്റു ബി പവർ ബി എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാം, കെ സി ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ സൈഡിലുള്ളത്, NO പവർ 4 ഇൻറ്റു water power 6 divided by ammonia power, concentration of ammonia power 4 into concentration of oxygen power 5. Clear alle? Okay alle? Yes. So molar concentration of different species is indicated by enclosing the square bracket. ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് മോളാർ കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദീസ് ആർ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. വൈൽ റൈറ്റിംഗ് ദി എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സിമ്പിൾസ് ഓഫ് ഫേസ് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എഴുതേണ്ടതായിട്ടുള്ള ഇക്വേഷനിൽ നമ്മൾ അത് എഴുതാറുണ്ട്, പക്ഷേ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മളത് മെൻഷൻ ചെയ്യാറില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ എടുക്കുകയാണ്, H2 plus I2 gives 2HI. ഇതിൻ്റെ എനിക്കുള്ള കെ സി എന്തായിരിക്കും, HIൻ്റെ കോൺസെൻട്രേഷൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ H2ൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു I2ൻ്റെ കോൺസെൻട്രേഷൻ. കറക്റ്റ് അല്ലേ? ഞാൻ ഇതിനെ KC1 എന്ന് വിളിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ അടുത്ത റിയാക്ഷൻ എഴുതുകയാണ്. എന്ത്, 2HI gives H2 plus I2. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇതിന്റെ ഞാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC2 എന്ന് എഴുതുകയാണെങ്കിൽ ഇത് എങ്ങനെ വരും, H2ന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു I2ന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ HIന്റെ കോൺസെൻട്രേഷൻ
പവർ 2. ഇതെന്താണ് 1/kc 2 അല്ലേ ഈ kc1 എന്ന് പറയുന്നത്. ഇതിനെ ഞാൻ തിരിച്ചിട്ടാൽ എന്തായി ഇയാളായി. ദാറ്റ് മീൻസ് നമ്മുടെ ഫോർവേഡ് റിയാക്ഷന്റെ kc1 ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും 1/kc1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതാണ് നമ്മളോടൊപ്പം കാണിച്ചത്. H2 + I2 2HI എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ എക്സ് കിട്ടും. 2HI നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും 1/x ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഇക്വേഷൻ റിവേഴ്സിബിൾ ആവുമ്പോൾ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താവും ഇൻവേഴ്സ് ആവും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിവേഴ്സ് റിയാക്ഷൻ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ. ഫോർവേഡ് ഡിറക്ഷനിലും റിവേഴ്സ് ഡിറക്ഷനിലും നമ്മൾ എടുക്കുന്ന സമയത്ത് ഇക്വിലിബ്രിയം എന്താവും റിവേഴ്സ് ആവും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? So if we change the stoichiometric coefficients in a chemical equation by multiplying throughout by a factor, then we must take sure that the expression of the equilibrium constant is also reflects that change. അതായത് നമ്മൾ ഇവിടെ കോയിഫിഷ്യൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലും ആ ചേഞ്ചുകൾ എന്ത് ചെയ്യും സംഭവിക്കും. അതായത് നേരത്തെ നമ്മൾ എടുത്തത് എന്തായിരുന്നു H2 + I2 gives 2HI. ഞാൻ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1/2 വരും, ഇവിടെ 1/2 വരും, ഇവിടെ എന്ത് വരും 1 വരും. സോ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും യെസ് HI² divided by H2 divided by I2 HI divided by H2 power 1/2 and H2 power 1/2 എന്നുള്ളത് നമുക്ക് വരും. കറക്റ്റ് അല്ലേ? യെസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതായത് നമുക്ക് ആദ്യം കിട്ടിയ കേസ് എന്തായിരുന്നു HI² divided by H2 into I2. ഇതായിരുന്നു നമുക്ക് ആദ്യമുള്ളത്. ഈ ഇക്വേഷൻ ഞാൻ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് ഇത് എന്തായിട്ട് മാറി? എനിക്ക് എന്ത് കിട്ടി? പുതിയ കേസ് കിട്ടി. പുതിയ കേസ് എന്താ വരുന്നത്? HI divided by H2 power 1/2 into I2 power 1/2. ഇത് ഞാൻ ഇതിനെല്ലാത്തിനെയും ഞാൻ 1/2 പവർ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? HI into 2/2 എന്ന് കിട്ടും. നമുക്കറിയാം നമ്മളിപ്പം n/n പവർ 1/n എഴുതി 1/x എഴുതി കഴിഞ്ഞാൽ ഞാൻ എന്ത് എഴുതാം? m പവർ 1/x ഡിവൈഡ് ബൈ n പവർ 1/x ഞാൻ എടുക്കണം. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെ m പവർ 1/x ഞാൻ ഇവിടെ എടുക്കുന്ന സമയത്ത് HI² into 1/2 എന്ന് വരും. നമുക്കറിയാം എന്താണ് m പവർ n ഓൾ പവർ x എന്ന് പറഞ്ഞാൽ എന്താണ് m പവർ nx ആണ്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന കാര്യമല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നമ്മുടെ ഈ ഹോൾ ഇക്വേഷൻ നമ്മൾ ഹാഫ് കൊണ്ട് എന്ത് ചെയ്തതാണ്? ഹാഫ് കൊണ്ട് നമ്മൾ അതിനെ എന്താക്കിയെടുത്തു? പവർ ആക്കിയെടുത്തു. സോ അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ എത്രയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ വാല്യൂ നമുക്ക് പവർ ആയിട്ട് വരും നമ്മുടെ എന്തില്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റില്. ഓക്കെ? ക്ലിയർ? യെസ്. ഈ പോയിന്റ്സ് ബൈ പോയിന്റ് ആയിട്ട് നമ്മളിവിടെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് AABBCCDD ആവുന്നത് K ആണെങ്കിൽ നേരെ തിരിച്ചുള്ള റിയാക്ഷൻ അത് 1/K ആയിരിക്കും. ഇനി എല്ലാത്തിനെയും ഞാൻ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താവും? K പവർ n ആയിട്ട് അത് മാറും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമ്മൾ എന്ത് ചേഞ്ചസ് ഇവിടെ വരുത്തി കഴിഞ്ഞാലും നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. The following concentrations were obtained for the formation of NH3 from N2 and H2 at equilibrium at 500 Kelvin. N2 ന്റെ കോൺസെൻട്രേഷൻ തന്നു, H2 ന്റെ കോൺസെൻട്രേഷൻ തന്നു, NH2 ന്റെ കോൺസെൻട്രേഷൻ തന്നു. കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. സിമ്പിൾ റിയാക്ഷൻ. നമുക്കറിയുന്ന ഇക്വേഷൻ നമ്മൾ എഴുതുക. എന്താണ് ഇക്വേഷൻ? എന്താ നമുക്കറിയുന്ന ഇക്വേഷൻ? N2 + 3H2 gives 2NH3. ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ. ഇപ്പോൾ ഇവിടെ കേസ് എഴുതാൻ പറഞ്ഞാൽ എന്തായിരിക്കും? NH3 പവർ 2 ഡിവൈഡഡ് ബൈ N2 ഇൻറ്റു H2 പവർ 3. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ. NH3യുടെ കോൺസെൻട്രേഷൻ എത്രയാ തന്നിട്ടുണ്ട്? 1.2 × 10⁻². സോ 1.2 × 10⁻² ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ N2യുടെ കോൺസെൻട്രേഷൻ എത്രയാണ്? 1.5 × 10⁻². 1.5 × 10⁻² ഇൻറ്റു ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 3 × 10⁻². എന്താണ്? 3 × 10⁻² ദി ഹോൾ ക്യൂബ് നമ്മൾ എടുക്കണം. ക്ലിയർ അല്ലേ? ഈ 1.2നെയും 1.2 ഞാൻ അതുപോലെ തന്നെ എഴുതുകയാണ്. 1.2 × 10⁻² ഇൻറ്റു 1.2 × 10⁻². അതിന്റെ സ്ക്വയറിനെ ഞാൻ അങ്ങനെ എഴുതി. ദെൻ 1.5 × 10⁻² ഇൻറ്റു 3 × 3 × 3 എഴുതേണ്ടി വരും. സോ നമുക്ക് ഇതിനെ 27 എന്നാക്കി തന്നെ എഴുതാം. ഓക്കെ. ഇൻറ്റു 10⁻6 ആയിട്ട് നമുക്ക് വരും. ഓക്കെ. ഈ 1.5നെയും 1.2നെയും ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് ഇവിടെ 4 എന്ത് എഴുതാം? 4/5 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. എഗെയിൻ ഞാൻ ഇവിടെയും ഞാൻ എഴുതിയിട്ട് എനിക്ക് എന്ത് എഴുതാം? 4/4 എന്തെന്ന് എഴുതാം? എന്താണ്? 9. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ?
യെസ്, സോറി, ഇത് 27 ആയിരുന്നു. സോ ഇവിടെ നമ്മൾ 0.4 ഇടണം. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. യെസ്, സോ 4 into 10 power minus 2 into 0.4 into 10 power minus 2 divided by 5 into 10 power minus 2 into 9 into 10 power minus 6 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. വിൽ ബി എത്രയാണ്? 1.06 into 10 power 3 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ കൈകൊണ്ട് തന്നെ ചെയ്ത് ശീലിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇക്വിലിബ്രിയത്തിലുള്ള എഗെയിൻ നമുക്ക് കോൺസെൻട്രേഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്? NO ആണ് ഇവിടെ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് N2 plus O2 gives 2NO ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. സോ എഗെയിൻ നമുക്ക് NO power 2 divided by N2 into O2 ആയിരിക്കും. എഗെയിൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ വേറൊരു ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതാണ് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഒരു ഹോമോജീനസ് ഇക്വിലിബ്രിയ എന്നുള്ളതാണ്. ഹോമോജീനസ് ഇക്വിലിബ്രിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് പേരും തന്നെ നമുക്ക് എന്താ പറയുക, ഇതിന്റെ ഒരു മീനിങ് എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ചെടുക്കാം. ഒന്നുമില്ല, എല്ലാവരും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ, എല്ലാ റിയാക്ടൻസും പ്രോഡക്ട്സും എല്ലാവരും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനത്തെ ഇക്വിലിബ്രിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹോമോജീനസ് ഇക്വിലിബ്രിയ. ക്ലിയർ അല്ലേ? In a homogeneous system, all the reactants and products are in the same phase. For example, in the gaseous reaction of N2 3H2 2NH3. ഈ ഒരു റിയാക്ഷൻ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് the reactants and products are in the homogeneous phase. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കാരണം എന്താ, എല്ലാവരും ഗേഷ്യസ് ഫേസിലാണുള്ളത്. സോ ഇവരെല്ലാവരും എന്ത് ഫേസിലാണ് നമ്മൾ പറഞ്ഞു? ഒരേ ഫേസിലായതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഹോമോജീനസ് എന്ന് വിളിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇത് നിങ്ങൾ എടുത്ത് നോക്കൂ, ഇത് അക്വസ് ആണ്, ഇത് ലിക്വിഡ് ആണ്, അക്വസ് ആണ്, അക്വസ് ആണ്. ക്ലിയർ അല്ലേ? യെസ്, ഇതും എന്താണ്? ഹോമോജീനസ് തന്നെയാണ്. ഇതിൽ ഡിഫറൻസ് ഒന്നുമില്ല, എല്ലാം അക്വസ് ആണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, ഇവിടെയും അഗൈൻ അക്വസ് അക്വസ് അക്വസ്. അഗൈൻ ഇവരും എല്ലാവരും എന്താണ് നമ്മുടെ സെയിം ഫിസിക്കൽ സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്. സോ ഈ എല്ലാ ഇക്വിലിബ്രിയത്തിലും നമുക്ക് എന്ത് വിളിക്കാം? ഹോമോജീനസ് ഇക്വിലിബ്രിയ ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? Okay, alle? Yes. So all the reactants and products are in the homogeneous solution phase. We shall now consider the equilibrium constant for some homogeneous reactions. And the equilibrium ആണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ഗേഷ്യസ് സിസ്റ്റം, അതായത് എല്ലാവരും ഗ്യാസസ് ആണെങ്കിൽ അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. 1 second. യെസ്, ഓക്കെ. എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫാർ വി ഹാവ് എക്സ്പ്രസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ദെയർ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് യൂസ് ദ സിമ്പിൾ KC ഫോർ ഇറ്റ്. അതായത് നമ്മൾ KC ആയിരുന്നു ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുമ്പോൾ അവിടെ നമ്മൾ അവരുടെ കോൺസെൻട്രേഷൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർ റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഗ്യാസസ്, however, it is usually more convenient to express. ഗ്യാസസിന്റെ കേസിൽ നമ്മൾ കോൺസെൻട്രേഷൻസ് പറയാറില്ല, പൊതുവേ നമ്മൾ എന്താ പറയാറുള്ളത്? പ്രഷർ ആണ് പറയാറുള്ളത്, അല്ലെങ്കിൽ അവരുടെ പാർഷ്യൽ പ്രഷറിനെ കുറിച്ചിട്ടാണ് പറയാറുള്ളത്. സോ ഫോർ എൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം PV = nRT ആണ്, P = N/VRT ആണ്, where P is the partial pressure എന്ന് നമുക്ക് പറയാം. അത് പാസ്കലിലാണ് നമ്മൾ പറയാറുള്ളത്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, V വോളിയം ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് T എന്താണ്? ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ക്ലിയർ അല്ലേ? ഈ N/V എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഡിസോൾവ്ഡ് ഇൻ എ വോളിയം ഓഫ് ദ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ആണല്ലേ. സോ നമുക്ക് ഈ കോൺസെൻട്രേഷൻ C ഈസ് ഇൻ മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ് ആണെങ്കിൽ P = CRT എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, വി ക്യാൻ ഓൾസോ റൈറ്റ് എന്താണ് നമ്മുടെ P = C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ. സോ കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാസ് ഇൻറ്റു RT എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ? ഓക്കെ, യെസ്. ഇനി ആറിന്റെ വാല്യൂസ്, ഒരുപാട് വാല്യൂസ് നമുക്കുണ്ട്. ലിറ്റർ അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഒന്ന്, ബാർ ലിറ്ററിലാണെങ്കിൽ വേറെ വാല്യൂ, അങ്ങനെ. ലിറ്റർ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ 8.314 ആണ്. സോ 0.0831 ആണ് ബാർ ലിറ്റർ പെർ മോൾ കെൽവിനിൽ നമുക്കുള്ളത്. സോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ എന്ന് നമുക്ക് പറയാം. എന്ത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും കൂടെ ആണെങ്കിൽ. ഓക്കെ അല്ലേ? കാരണം എന്താ, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. സോ ഇതും കൂടെ കോൺസ്റ്റന്റ് ആയാൽ എന്ത് എഴുതാം? P പ്രൊപ്പോർഷണൽ ടു ഗ്യാസ് എന്ന് നമുക്ക് എഴുതാം. For a reaction 2HI gives H2 plus I2 അല്ലെങ്കിൽ H2 plus I2 gives 2HI, നമുക്ക് അതിന്റെ KC-നെ HI² divided by H2 into I2 എന്ന് എഴുതാം. അതുപോലെ തന്നെ അവരുടെ KC-നെ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാൻ പറ്റും? പാർഷ്യൽ പ്രഷർ ഓഫ് HI power 2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് HI ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് I2 എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിന്റെ പാർഷ്യൽ പ്രഷർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ കോൺസെൻട്രേഷൻ എഴുതുന്ന പോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? പാർഷ്യൽ പ്രഷേഴ്സും എഴുതാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ?
ക്ലിയർ അല്ലേ? യെസ്. സോ സിൻസ് എന്താണ് പി എച്ച് ഐ എന്ന് പറയുന്നത് എച്ച് ഐ ഇൻറ്റു ആർ ടി നമ്മൾ എഴുതാം അല്ലെ. ഇനിയിപ്പം കോൺസ്റ്റന്റ് അല്ല നമ്മൾ എടുക്കുന്നത്, ഈക്വൽ ടു ആണെങ്കിൽ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എച്ച് ഐ ഇൻറ്റു ആർ ടി വരും. അങ്ങനെ നമ്മൾ അതിന്റെ സ്ക്വയേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ ആർ ടികളെല്ലാം എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. അങ്ങനെയാണ് നമുക്ക് ഫൈനലി ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? Okay, alle. In this example, Kp equal to Kc, both equilibrium constants are equal. However, this is not always in the case. അതായത് ഇവിടെ Kpയും Kcയും എന്താണ് ഈക്വൽ ആണ് നമുക്ക് മനസ്സിലായി. കാരണം പി എച്ച് ഐനെ നമ്മൾ എന്ത് എഴുതി, മാറ്റി എഴുതി ഇങ്ങനെ. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്തെന്നെ കിട്ടി അവസാനം? Kc തന്നെ നമുക്ക് കിട്ടി. ഈ ഒരു സന്ദർഭത്തിൽ Kp Kc ഈക്വൽ ടു Kc ആണ്. പക്ഷേ എല്ലാ സന്ദർഭത്തിലും അത് അങ്ങനെയല്ല. കാരണം എന്താണ്, നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ PNH3 പവർ 2 ഡിവൈഡ് ബൈ PN2 ഇൻറ്റു PH2 ആണ് നമ്മൾ എഴുതുക. കറക്റ്റ് അല്ലേ? ഇവിടെ ഈ ആർ ടിയും എന്ത് ചെയ്യുന്നില്ല, ക്യാൻസൽ ആയി പോകുന്നില്ല. Kc ഇൻറ്റു ആർ ടി പവർ -2 ആണ് നമുക്ക് കിട്ടുന്നത്. Kp ഈക്വൽ ടു Kc ഇൻറ്റു ആർ ടി പവർ -2 ആണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് കഴിയും? Kp ഈക്വൽ ടു Kc ഇൻറ്റു ആർ ടി പവർ ഡെൽറ്റ എൻ എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. വേർ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. അത് നമ്മൾ ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. AABBCCDD എന്ന് പറയുന്ന ഈ ഒരു റിയാക്ഷൻ എടുത്തിട്ട് ഇതിന്റെ ഒക്കെ പാർഷ്യൽ പ്രഷർ ഓഫ് C പവർ C ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് D പവർ D ഡിവൈഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് A പവർ A ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B പവർ B. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇനി P അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് സി നമുക്ക് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സി പവർ സി ഇൻറ്റു ആർ ടി പവർ സി വരും. കറക്റ്റ് അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി പവർ സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി പവർ ഡി. ഓക്കെ. ഇനി എം പവർ എക്സ് പ്ലസ് എം പവർ വൈ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പ്ലസ് അല്ല ഇൻറ്റു എം പവർ എക്സ് ഇൻറ്റു എം പവർ വൈ ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം? എം പവർ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ആർ ടി പവർ സി ഇൻറ്റു ആർ ടി പവർ ഡി കാണാം അല്ലേ? അതിനെ നമ്മൾ എങ്ങനെ എഴുതി? ആർ ടി ഇൻറ്റു സി പ്ലസ് ഡി എന്ന് എഴുതി. അതേപോലെ താഴെ നമുക്ക് എന്ത് കിട്ടും? ആർ ടി ഇൻറ്റു എ പ്ലസ് ബി എന്നും കിട്ടും. അങ്ങനെ താഴെ മേലെയും എം പവർ എക്സ് ഡിവൈഡഡ് ബൈ എം പവർ വൈ ഉണ്ടെങ്കിൽ എം പവർ എക്സ് മൈനസ് വൈ നമുക്ക് എഴുതാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്ന നമ്മുടെ Kc ആണ്. ആർ ടി പവർ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് വരും. ദാറ്റ് ഈസ് എന്താണ്? നമ്പർ ഓഫ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസിന്റെ ആഡ് ചെയ്തതാണ് പ്രോഡക്റ്റ് സൈഡ് മൈനസ് റിയാക്ടൻ സൈഡ്. സോ അതിന് നമ്മൾ ഡെൽറ്റ എൻ എന്ന് വിളിച്ചു. അതായത് നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ് ആയിരിക്കും ഈ ഇക്വേഷനിലുള്ള ആള്. സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? Kp ഈക്വൽ ടു Kc ഇൻറ്റു ആർ ടി പവർ ഡെൽറ്റ എൻ ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇക്വേഷൻ. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു കാണാറുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. വേർ ഡെൽറ്റ എൻ ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് നമുക്ക് എഴുതാം. ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ Kp Kc റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും അപ്പോൾ വരുന്നുണ്ടായിരിക്കുക? Kp ഈക്വൽ ടു Kc ഇൻറ്റു ആർ ടി പവർ ഡെൽറ്റ എൻ എത്രയാണ് ഇവിടെ വരിക? 2 മൈനസ് 3 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു -2. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? -2 കിട്ടും. ഇവിടെ ആണെങ്കിലോ 2 മൈനസ് 3 എന്ന് വരും. സോ -1 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ആണെങ്കിലോ 1 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ പ്രോബ്ലം PCl5, PCl3 and Cl2 are at equilibrium at 500 Kelvin and having a concentration 1.59 PCl3, 1.59 Cl2 and 1.41 PCl5. Calculate Kc for the reaction. നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? PCl3 ഇൻറ്റു Cl2 ഡിവൈഡ് ബൈ PCl5 നമുക്ക് കിട്ടും. സോ ഇതിനെ നമ്മൾ എടുത്തിട്ട് രണ്ടും ഒരേപോലത്തെ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 1.41 ഇട്ട് കഴിഞ്ഞാൽ Kc കിട്ടി. ഓക്കെ? ക്ലിയർ? നമ്മളോട് ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ് Kc 4.24 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ്, അതായത് ഇവരുടെ എല്ലാവരുടെയും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാണാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. If only carbon monoxide and water are present initially in the concentration 0.1 each. അതായത് ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ കാർബൺ മോണോക്സൈഡും വാട്ടറും മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. 0.1 ആണ് അവര് ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക ബേസിക് കോൺസെപ്റ്റ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ യൂസ് ചെയ്യും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CO plus H2 gives CO2 plus H2 എന്നാണ് ഈ റിയാക്ഷൻ. ഈ റിയാക്ഷൻ നമുക്ക് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം? 1 മോൾ കാർബൺ മോണോക്സൈഡ് 1 മോൾ വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
1 mole XCO2 1 mole H2 ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതിപ്പോൾ ഞാൻ എക്സ് മോൾ എടുത്താൽ ഇവിടെയും ഞാൻ എക്സ് എടുക്കണം, ഇവിടെ എക്സ് റിയാക്ട് ചെയ്യും, ഇവിടെയും എക്സ് റിയാക്ട് ചെയ്യും. കറക്റ്റ് അല്ലേ? യെസ്. സോ ഇവിടെ ആദ്യം 0.1 ഉണ്ടായിരുന്നു, ഇവിടെയും 0.1 ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 0, ഇവിടെ 0. കറക്റ്റ് അല്ലേ? ഈ 0.1 ഒരു എക്സ് റിയാക്ട് ചെയ്ത് പോയി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും എത്ര പോയിട്ടുണ്ടാവും? എക്സ് പോയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് എക്സ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും? എക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെയും എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും? എക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇവിടെ എല്ലാം എന്താണ്? 1:1:1:1 ആണ് ഇവിടുത്തെ റേഷ്യോ വരുന്നത്. സോ ഇവിടുത്തെ നമ്മുടെ കെ സിന്റെ വാല്യൂ ശരിക്കും എന്തായിരിക്കും? x² ഡിവൈഡഡ് ബൈ 0.1 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കെ സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് കാണാം? എന്താണ് ഈ 0.1 മൈനസ് എക്സിന്റെ വാല്യൂ കാണാം. ദെൻ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കാട്ടോ. മാം അതെന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നുള്ള കാര്യം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ റെഡിയാണ്. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ. For the equilibrium 2NOCl gives 2NO plus Cl2. The value of the equilibrium constant Kc is 3.75 into 10 power minus 6 at 1069 Kelvin. Calculate Kp for the reaction at the same temperature. നമുക്കറിയാം Kp Kc റിലേഷൻഷിപ്പ്. Kp equal to Kc into RT power delta. ആൻഡ് സെയിം ടെമ്പറേച്ചറിലാണ്. ഏതാണ് ടെമ്പറേച്ചർ എന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, കാരണം അത് നമുക്ക് ആവശ്യം ഇവിടെ ഉണ്ട്. ഓക്കെ, സോ കെ സിന്റെ വാല്യൂ നമുക്ക് തന്നു. എന്താ പറയുക, കെ സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആർ ടി നമുക്ക് ഇവിടെ തരേണ്ട ആവശ്യമില്ല, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ആർ നമുക്ക് എടുക്കാം. 0.0831 ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ എന്നിന്റെ വാല്യൂ എന്താ വരിക? 1 + 2 which is equal to 3. 3 - 2 = 1. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? കെ സി ഇൻറ്റു ആർ ഇൻറ്റു ടി ചെയ്താൽ മതി. കെ സി 3.75 into 10 power minus 6 ആണ്. ഇൻറ്റു 0.0831 into 1069 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കുക. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.33 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ എന്താണ് ഒരു ഹോമോജീനസ് മിക്സ്ചർ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാ റിയാക്ടൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്ടൻസും പ്രോഡക്ട്സും എല്ലാവരും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അത്തരത്തിലുള്ള ഇക്വിലിബ്രിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോജീനസ് ഇക്വിലിബ്രിയ. ഇനി അവർ ഡിഫറെൻ്റ് ആണെങ്കിലോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറുള്ളത്. ഓക്കെ, സോ ഇക്വിലിബ്രിയം ഇൻ എ സിസ്റ്റം ഹാവിംഗ് മോർ ദാൻ വൺ ഫേസ് ഇസ് കോൾഡ് heterogeneous equilibrium. The equilibrium between water vapor and liquid water in the presence or in a closed container is an example. ഇവിടെ ലിക്വിഡ് ആണ്, ഇവിടെ ഗ്യാസ് ആണ്. സോ ഇതെന്തിന് എക്സാമ്പിൾ ആണ്? ഒരു heterogeneous equilibrium എക്സാമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? Okay, so in this example there is a gas phase and a liquid phase. In the same way, equilibrium between solid saturated solution CaOH twice ഇവിടെ റിയാക്ട് ചെയ്യുന്നത് അത് സോളിഡ് ആണ്. അത് എന്തായിട്ട് മാറുകയാണ്? Ca2 plus aqueous-ഉം 2OH minus aqueous-ഉം ആയിട്ട് അവർ മാറുകയാണ്. This is again an example for a heterogeneous equilibrium. Okay ആണോ? Yes. So heterogeneous equilibria often involve pure solids or liquids. Okay, heterogeneous equilibriumത്തിൽ ആരുണ്ടായിരിക്കാം? നമുക്ക് pure solidsഉം liquids ഒക്കെ ചിലപ്പോൾ ഇൻവോൾവ് ആയിരിക്കും. So we can simplify the equilibrium expressions for heterogeneous equilibria involving pure liquidsഉം pure solidsഉം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു equilibrium equation നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? As the molar concentration of the pure solids or liquid is constant, that is independent of the amount present. അതായത് അവരുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്യുവർ ആയിട്ടുള്ള ഒരു സോളിഡ് ആണ് അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ള കാര്യം അനുമാനിച്ചുകൊണ്ട് ഇവരുടെ കോൺസെൻട്രേഷനെ നമ്മൾ യൂണിറ്റി ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാറുള്ളത്. 1 ആക്കിയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാറുള്ളത്. Okay, yes, okay, so let us take a thermal association between calcium carbonate in the interesting, like നമുക്ക് കാൽഷ്യം കാർബണേറ്റിന്റെ ഡിസോസിയേഷൻ എടുക്കാം. കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്ന ആ ഒരു റിയാക്ഷൻ ഇതെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവർ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ റിയാക്ഷൻസ് ആണ് കിട്ടുന്നത്. സോ ഇതിന്റെ കേസ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? CaOന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു CO2ന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ CaCO3ന്റെ കോൺസെൻട്രേഷൻ.
കറക്റ്റ് അല്ലേ? യെസ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഈ CaOയും CaCO3യും പ്യുവർ സോളിഡ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ നമ്മൾ എന്തെടുക്കും? 1 എന്നെടുക്കും. സോ നമുക്ക് Kc = CO2 ആണെന്ന് മാത്രം കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന്റെ Kp എന്തായിരിക്കും? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അതിന്റെ Kp വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം. ഇനി യൂണിറ്റ്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി കോൺസെൻട്രേഷൻ ടേംസ് ഇൻ മോൾ പെർ ലിറ്റർ ആൻഡ് ഫോർ Kp പാർഷ്യൽ പ്രഷേഴ്സ് നമുക്ക് പാസ്കലിലോ കിലോ പാസ്കലിലോ ബാറിലോ ATMലോ എന്തിലാച്ചാൽ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ വാല്യൂസ് കിട്ടും അല്ലേ. സോ ദിസ് റിസൾട്ട് in the unit of equilibrium constant based on the molarity or pressure unless the exponents of both the numerator and denominator are same. ക്ലിയർ ആണോ? അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ടിനും എന്താണ്, ഇവിടെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് 0 ആണ്. ഈ ഡെൽറ്റ എൻ 0 ആയാൽ കെപിക്കും കെസിക്കും ഒരു യൂണിറ്റും ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മോൾ പെർ ലിറ്റർ സ്ക്വയർ കിട്ടും. താഴെയും എന്ത് കിട്ടും? മോൾ പെർ ലിറ്റർ ഇൻറ്റു മോൾ പെർ ലിറ്റർ ആണ് യൂണിറ്റ് വരുന്നുണ്ടായിരിക്കുക. സോ എഗെയിൻ ഇവർ രണ്ടുപേരും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ്ലെസ് ആണ് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇവിടെ ആണെങ്കിലോ ഇവിടെ നമുക്ക് മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ നമ്മുടെ ലിറ്റർ അറ്റ്മോസ്ഫിയറിന് എന്തുണ്ട്? സ്ക്വയർ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു മോൾ പെർ ലിറ്റർ മാത്രമേ ഉള്ളൂ. സോ ഇവരൊരാൾ ക്യാൻസൽ ആവും. ബാക്കി ഇതിന്റെ എന്താ വരിക? മോൾ പെർ ലിറ്റർ ആണ് വരിക. ക്ലിയർ അല്ലേ? Okay alle. Equilibrium constant can also be expressed as dimensional quantities if the standard state of the reactants and products are specified. For pure gas, the standard state is 1 bar. Therefore, the pressure of 4 bar in standard state can be expressed by 4 bar by 1 bar, which is equal to 4. ഈ ബാറും കൂടെ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. സോ ആ സമയത്ത് നമുക്ക് എന്ത് പറയാം? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് എന്നും നമ്മൾ പറയാറുണ്ട് കേസിനെ കുറിച്ചിട്ട് എന്നാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അതുകൊണ്ട് തന്നെ കെപിയും കെസിയും എന്താവാം? ബോത്ത് കെപി ആൻഡ് കെസി ആർ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ബട്ട് ഹാവ് ഡിഫറെന്റ് ന്യൂമറിക്കൽ വാല്യൂസ് ഡ്യൂ ടു ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ്. ഓക്കെ അല്ലേ? സോ ഇവിടെ ഈ ഒരു റിയാക്ഷൻ പറയുമ്പോൾ ദിസ് ഷോസ് ദാറ്റ് ദ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ദർ ഇസ് എ കോൺസ്റ്റന്റ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വിത്ത് കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ്. കറക്റ്റ് അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ എന്താ പറയുക, നമ്മുടെ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷനും അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ആ സമയത്ത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷർ ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ കെപി. ആ റിയാക്ഷന്റെ കെപി ആയിരിക്കും എന്ത്? ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത്. സിമിലർലി നമ്മൾ എടുക്കുന്നതാണ് നിക്കൽ ആൻഡ് കാർബണൈൽ ചേർന്നിട്ട് നിക്കൽ കാർബണൈൽ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അതാണ് സിമിലർലി ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ നിക്കൽ ആൻഡ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നിക്കൽ കാർബണൈൽ. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വി ക്യാൻ റിട്ടൺ ആസ് NiCO4 ഡിവൈഡഡ് ബൈ CO⁴. കാരണം നമ്മൾ ഇതിനെ എടുക്കില്ല, ഇത് പ്യുവർ സോളിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ 1 ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ it must be remembered that for the existence of heterogeneous equilibrium, pure solids and liquids must also have present at equilibrium. Clear alle? ഓക്കെ. ഒരു ഹെട്രോജീനസ് ഇക്വിലിബ്രിയം അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ഇക്വിലിബ്രിയത്തിൽ ആരും ഉണ്ടായിരിക്കും, നമ്മുടെ പ്യുവർ സോളിഡ്സ് ആയിക്കോട്ടെ ലിക്വിഡ്സ് ആയിക്കോട്ടെ ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അവരുടെ പാർഷ്യൽ പ്രഷർ എന്തിൽ വരുന്നില്ല? നമ്മുടെ എക്സ്പ്രഷനിൽ നമ്മൾ എടുക്കുന്നില്ല. നമുക്കറിയാം ആ ഇക്വിലിബ്രിയത്തിൽ അവരെന്തുണ്ട്? പ്രസന്റ് ആയിട്ടുണ്ട്. ഈ കാൽഷ്യം കാർബണേറ്റും ഈ കാൽഷ്യം ഓക്സൈഡും എന്തിലുണ്ട്? ഈ ഇക്വിലിബ്രിയത്തിലുണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്ന എക്സ്പ്രഷനിൽ അവരെന്തില്ല? അവർ വരുന്നില്ല. ക്ലിയർ ആണോ? ഈ ഒരു റിയാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും H2O നമുക്ക് എടുക്കാൻ പറ്റില്ല, സോളിഡിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പ്യുവർ ലിക്വിഡും പ്യുവർ സോളിഡ് ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇക്വിലിബ്രിയത്തിൽ ആരും കൂടെ ഉണ്ട്, ഇവർ രണ്ടും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ? Next one, the value of Kp for a reaction CO2 plus C gives 2CO. ഇങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു റിയാക്ഷൻ ഉണ്ട്, അതിന്റെ Kpന്റെ വാല്യൂ 3 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if initially PCO2 0.48 bar and PCO 0 bar pure graphite is present, calculate the equilibrium partial pressure of carbon and carbon dioxide എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കുള്ള ഇക്വേഷൻ നേരത്തെ എഴുതി അതേപോലെ തന്നെ എഴുതാം. gives 2CO.
ഓക്കെ, യെസ്. ഇനീഷ്യലി PCO2 എന്ന് പറയുന്നത് 0.48 ബാർസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് PCO എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷർ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ, ഇവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. കാരണം കാർബൺ എന്താണ്, പ്യുവർ സോളിഡ് ആണ്. സോ ഇതെന്തായിട്ട് മാറും, 0.48 മൈനസ് എക്സ് ആയിട്ട് മാറും. ഇവിടെ എന്തായിട്ട് മാറും, എക്സും ഉണ്ടായിരിക്കും. സോറി, എക്സ് അല്ല, 2x ഉണ്ടായിരിക്കും. കാരണം ഇവിടെ 2 മോളാണ് ഇവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്താൽ 2 മോൾ കാർബൺ മോണോക്സൈഡ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ എക്സ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ 2x ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം KP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x⁻². കറക്റ്റ് അല്ലേ? ഇതിന്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ 0.48 മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. അതിന് ഈക്വൽ ടു എന്ത് ചെയ്യാം, KP ഈക്വൽ ടു 3 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അതിനെ 3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എഗെയിൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ എക്സിന്റെ വാല്യൂ 0.33 ആണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ PCOയും PCO2 നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? അതായത് 0.48 നിന്ന് 0.33 കുറച്ച് കഴിഞ്ഞാൽ 0.15 ബാർ PCO2 നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ എന്തെടുക്കണം, പിന്നെ 2x 0.66 ബാർ നമ്മുടെ എന്തിന്റെ ഇത് കിട്ടും, നമുക്ക് നമ്മുടെ കാർബൺ മോണോക്സൈഡിന്റെ കോൺസെൻട്രേഷനും നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് എന്ത്, നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഹെട്രോജീനസ് ഇക്വിലിബ്രിയയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഗ്യാസിന്റെ കേസ് ആവുന്ന സമയത്ത് നമ്മൾ അവരുടെ പാർഷ്യൽ പ്രഷറാണ് എടുക്കേണ്ടത്. വേറാസ് നമ്മളൊരു ഹെട്രോജീനസ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പ്യുവർ സോളിഡ്സും പ്യുവർ ലിക്വിഡ്സും ഉണ്ടെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒമിറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിനെ കോൺസ്റ്റന്റ് ആക്കി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ട് പോകുന്നത് എന്താണ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബിഫോർ കൺസിഡറിംഗ് ദി ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ലെറ്റ് us summarize the important features of application constant. നമുക്ക് ഫസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് അവരുടെ എന്തിലേക്ക് പോവാം, ആപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, യെസ്. Expression of equilibrium constant is applicable only when the concentration of the reactants and products have attained a constant value at equilibrium state. നമുക്കറിയാം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസും കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സും ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് കഴിയുള്ളൂ എന്നതാണ് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് വൺ എന്താണ്, ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. സത്യമാണ്. കാരണം എന്താണ്, നമ്മുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളത് നമ്മുടെ എക്സ്പ്രഷനിൽ വരുന്നുണ്ടോ, ഇല്ല. ഇക്വിലിബ്രിയത്തില് അവരെത്ര കോൺസെൻട്രേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. അല്ലാതെ ഇനീഷ്യലി നമ്മൾ എത്ര എടുത്തു എന്നുള്ളത് അതിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ്, ഹാവിംഗ് വൺ യുണീക് വാല്യൂ ഫോർ എ പെർട്ടിക്കുലർ റിയാക്ഷൻ റെപ്രസെന്റഡ് ബൈ എ ബാലൻസ്ഡ് ഇക്വേഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറിയാൽ ചിലപ്പം ആ സെയിം റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ആ വാല്യൂ നമ്മൾ പറയുന്നത്. ആ ടെമ്പറേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ചേഞ്ച് ആവും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, the equilibrium constant for the reverse reaction is equal to the inverse of the equilibrium constant for the forward reaction. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എടുക്കുകയാണെങ്കിൽ ഇത് KC ആണെങ്കിൽ ഇത് 1/KC ആയിരിക്കും എന്നുള്ള കാര്യം. നെക്സ്റ്റ് വൺ, equilibrium constant K for the reaction is related to equilibrium constant of the corresponding reaction whose equation is obtained by multiplying അല്ലെങ്കിൽ dividing the equation by original reaction by a small integer. അതായത് ഞാനൊരു റിയാക്ഷൻ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K⁻n ആയിട്ട് മാറും. 1/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തായിട്ട് മാറും, K⁻1/n ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അതായത് അതിന്റെ പവറിലേക്ക് അത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് 3 ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ്, നമുക്ക് എക്സ്റ്റെൻഡ് ഓഫ് ദ റിയാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ബേസിസിൽ നമുക്ക് ആ റിയാക്ഷൻ എത്ര എക്സ്റ്റെൻഡ് പോയി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ, predict the direction of the reaction. ഈ റിയാക്ഷന്റെ ഡിറക്ഷൻ ഏത്, ഇപ്പോൾ ഈ സമയത്ത് ഈ റിയാക്ഷൻ ഏത് ഡയറക്ഷനിൽ പോകും എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ദെൻ നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ, എങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ അതിന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, പ്രെഡിക്റ്റിംഗ് ദി എക്സ്റ്റെൻഡ് ഓഫ് ദ റിയാക്ഷൻ. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഈ പ്രെഡിക്റ്റിംഗ് ഓഫ് എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. യെസ്, ഓക്കെ.
Predicting the extent of a reaction. So the numerical value of equilibrium constant for a reaction indicates the extent of a reaction. നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം അതിലെന്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ആണ്. ഈ വാല്യൂ വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രോഡക്റ്റിന്റെ അളവ് വളരെ കൂടുതലാണെന്നല്ലേ അർത്ഥം. ദാറ്റ് മീൻസ് ഒരുപാട് പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യപ്പെട്ടിട്ടാണ് അവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത് എന്നല്ല അതിന്റെ അർത്ഥം. അതാണ് പറയുന്നത്. ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എ റിയാക്ഷൻ indicates the extent of that reaction, but it is important to note that an equilibrium constant does not give any information about the rate at which the equilibrium is reached. അതായത് എത്ര എക്സ്റ്റെന്റ് അത് പോയിട്ടാണ് ആ ഇക്വിലിബ്രിയം റീച്ച് ചെയ്തത് നമുക്ക് മനസ്സിലാവും. അതായത് റിയാക്ഷൻ ഒരുപാട് നടന്നിട്ടാണോ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഈ കെന്റെ വാല്യൂ വളരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുക ലെസ് ദാൻ 1 അല്ലെങ്കിൽ പോയിന്റിലൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ്? റിയാക്റ്റൻസിന്റെ എമൗണ്ട് ആണ് കൂടുതൽ. ദാറ്റ് മീൻസ് ആ റിയാക്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷേ ഏതൊരു റേറ്റിലാണ് ആ ഒരു ഇക്വിലിബ്രിയം അവിടെ അറ്റൈൻ ചെയ്തത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ഡേറ്റയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് കിട്ടാറില്ല. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കെ സി ആൻഡ് കെ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്ട്സ്. അതാണ് ഞാൻ പറഞ്ഞത്. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കൂടിക്കഴിഞ്ഞാൽ കെ പി കെ സി വാല്യൂസ് കൂടും. ആസ് ദീസ് അപ്പിയർ ഇൻ ദ ന്യൂമറേറ്റർ ഓഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ. നമുക്കറിയാം ന്യൂമറേറ്ററിലാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻസ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കെന്റെ വാല്യൂ എന്താ ചെയ്യുക? കുറയുക ചെയ്യുക. കാരണം ഇത് ഡിനോമിനേറ്ററിലാണുള്ളത്. This implies that the high value of K is suggestive of high concentration of products and vice versa. Clear അല്ലേ? യെസ്. സോ വി കൻ മേക്ക് ദിസ് ജനറലൈസേഷൻ നമുക്ക് നടത്താൻ പറ്റും. കെ സിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10⁻³ ആണെങ്കിൽ പ്രോഡക്റ്റ് ആർ പ്രിഡോമിനേറ്റിംഗ് ഓവർ ദ റിയാക്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കെ സി വളരെ ലാർജ് വാല്യൂ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത് അവർ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോയ സമയത്താണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അനുമാനിക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. So first one, the reaction with reaction of H2 with O2 at 500 Kelvin has a very large equilibrium constant which is 2.4 into 10⁻47. നിങ്ങൾ നോക്കി നോക്കൂ, 10⁻47 ആണ് അവരുടെ എന്ത് വരുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരുന്നത്. ദാറ്റ് മീൻസ് അതൊരു വലിയ വാല്യൂ തന്നെയാണ് അല്ലേ? സോ ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ആവുന്ന ആ ഒരു റിയാക്ഷൻ എന്താണ്? ഭയങ്കര റിയാക്ഷൻ നടന്ന് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവരെന്ത് അറ്റൈൻ ചെയ്യുന്നത്? അവരുടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ HCl ഫോർമേഷനും അത് 10⁻31 ആണ് ഇവിടെ വരുന്നത്. H2Br2 10⁻18 ആണ് വരുന്നത്. ഇനി ലെസ് ദാൻ 10⁻³ ആണെങ്കിലും അതിന് വളരെ കുറവാണല്ലേ അത്. സോ ദാറ്റ് മീൻസ് അവിടെ റിയാക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ എന്ത് അറ്റൈൻ ചെയ്തു? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. സോ ഒരുപാട് പ്രോഡക്ട്സിന് അവിടെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ കെ സിന്റെ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ്സ് റെയർലി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആയപ്പോഴേക്കും അവർ എന്ത് അറ്റൈൻ ചെയ്തു? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഡീകമ്പോസിഷൻ ഓഫ് H2O. നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ H2ഉം O2ഉം കൂടെ റിയാക്ട് ചെയ്ത് നമ്മൾ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു? നമ്മുടെ ഗ്രേറ്റർ ദാൻ 10⁻10 എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു. സോറി 10⁻10 അല്ല, 10⁻3 എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10⁻47 ആണ് നമ്മുടെ 47 തന്നെയാണ് നമ്മുടെ വാട്ടറിന്റെ എന്ത് വരുന്നത്? ഫോർമേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഗ്രേറ്റർ ദാൻ 10⁻3 ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് വളരെ കഴിഞ്ഞിട്ടാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത് എന്നാണ് നമ്മൾ പറഞ്ഞത്. നേരെ തിരിച്ചുള്ള റിയാക്ഷൻ H2O H2ഉം O2 ആയിട്ട് മാറുന്ന ആ റിയാക്ഷൻ 10⁻³ ആണ്. ഇവരുടെ -3നെക്കാട്ടും കുറവാണ് ഇവരുടെ എന്ത് വരുന്നത്? ഇവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ വരുന്നത്. ദാറ്റ് വിൽ ബി -48. നമുക്കറിയാലേ ഒരു റിയാക്ഷന്റെ ഇങ്ങോട്ടുള്ളതും ബാക്ക്വേർഡും ഫോർവേഡും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ഫോർവേഡ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഫോർവേഡിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ബാക്ക്വേർഡ് ഉണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? യെസ്. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഇവിടെ എങ്ങനെയല്ലേ വരുള്ളൂ? 10⁻48 അല്ലേ വരുള്ളൂ. നേരത്തെ 47 ആയിരുന്നു. നമ്മൾ അതിനെ ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒന്നും കൂടെ കുറഞ്ഞിട്ട് -48 ആയിട്ട് അത് മാറി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അതിന്റെ എന്താ പറയുക 2 എക്സാമ്പിൾസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ 10⁻3നെക്കാട്ടും കൂടുതലും 10⁻³ കുറവും പറഞ്ഞു. ഇനി ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിലാണെങ്കിലോ? 10⁻³ 10⁻3 ഇടയിലാണെങ്കിൽ അപ്രീഷ്യബിൾ കോൺസ്റ്റന്റ്, അതായത് ഒരു റിയാക്ഷൻ ഒരു ഇൻ ബിറ്റ്വീൻ മിഡിലൊക്കെ എത്തിയ സമയത്താണ് ഇവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ. യെസ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ H2 I2 കൂടെ റിയാക്ട് ചെയ്തിട്ട് HI ഉണ്ടാകുന്നത്. അതിന്റെ കെ സി വാല്യൂ എന്ന് പറയുന്നത് 57 ആണ്. ഓക്കെ. യെസ്. ആൻഡ് ഇവിടെ വരുമ്പോൾ ഗ്യാസ് ഫേസ് ഡീകമ്പോസിഷൻ ഓഫ് N2O4 into NO2 അവിടെ വരുന്നത് 4.64 into 10⁻³ at 25 which is neither too small nor too large.
ഒരു വളരെ കുറവുമല്ല പക്ഷെ വളരെ വലിയതുമല്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. എക്സ്ട്രീംലി ലാർജ് വാല്യൂസ് ആണെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ്സ് ഓൾമോസ്റ്റ് ടു കംപ്ലീഷൻ ആയ സമയത്താണ് ഇവർ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തതെന്ന് പറയാം. ബിറ്റ്വീൻ 10⁻³ to 3 ആണെങ്കിൽ ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ പ്രസന്റ് ഇൻ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഇവിടെ റിയാക്ഷൻ ഹാർഡ്ലി പ്രൊസീഡ്സ്, അതായത് റിയാക്ടൻസ് അങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്കും ഇവർ എന്ത് ചെയ്തു, അവര് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. അതുകൊണ്ടാണ് റിയാക്ഷൻ ഹാർഡ്ലി പ്രൊസീഡ്സ് എന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, പ്രെഡിക്റ്റിംഗ് ദി ഡിറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പക്ഷെ നമുക്ക് അറിയണം, അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് റിയാക്ഷൻ കോഷ്യന്റ് ക്യൂ. ഓക്കെ, യെസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം സമയത്ത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്. അതല്ലാത്ത വേറെ ഏതൊരു സമയത്തും നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ടു ദാറ്റ് ഓഫ് ദ റിയാക്ടന്റ് റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ കോഷ്യന്റ്. അതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് ദ ഡിറക്ഷൻ ഓഫ് ഇൻ വിച്ച് ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് അറ്റ് എനി സ്റ്റേജ്. ഫോർ ദിസ് പർപ്പസ് വി കാൽക്കുലേറ്റ് ഇൻ ദ റിയാക്ഷൻ കോഷ്യന്റ്. ദ റിയാക്ഷൻ കോഷ്യന്റ് ക്യൂ മോളാർ കോൺസെൻട്രേഷനിൽ എടുക്കാം, പ്രഷറിലും എടുക്കാം, നോ പ്രോബ്ലം, ഈസ് ഡിഫൈൻഡ് ഇൻ ദ സെയിം വേ ആസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സെപ്റ്റ് ദാറ്റ് ദ കോൺസെൻട്രേഷൻസ് ഓഫ് ക്യൂ സി ഈസ് നോട്ട് നെസസറിലി ഇക്വിലിബ്രിയം വാല്യൂ. ക്ലിയർ അല്ലേ? ക്യൂ സി വിൽ ബി ഈക്വൽ ടു കെ സി എപ്പോ അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂ സിയും കെ സിയും എന്താണ്, ഈക്വൽ ആണ്. പക്ഷേ ഒന്നുകിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ക്യൂ സി ലെസ് ദാൻ കെ സി ആവാം, അല്ലെങ്കിൽ ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ആവാം. ഇതിൽ രണ്ടിലും ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ക്യൂ സി എന്ന് പറയുന്നത് ആ റിയാക്ഷൻ നടക്കുന്ന ഏതൊരു സന്ദർഭത്തിലും ഞാൻ ഈ വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യൂ സി. ഇക്വേഷനിൽ ഒരു ചേഞ്ചും തന്നെ ഇല്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം അല്ലാത്ത സമയത്ത് എടുക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിയാക്ഷൻ കോഷ്യന്റ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അതിന് നമ്മൾ വിളിച്ചു എന്താണ്, സി പവർ സി ഇൻറ്റു ഡി പവർ ഡി ഡിവൈഡ് ബൈ എ പവർ എ ഇൻറ്റു ബി പവർ ബി എന്ന് നമുക്ക് കിട്ടി. ഇഫ് ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ദെൻ ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ടൻസ് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്, ഇവിടെ ക്യൂ സി വളരെ കൂടുതലാണ് കെ സിനെ കാട്ടും. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ കെ സിയിലേക്ക് നമ്മൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടതല്ലേ. സോ ക്യൂ സി കൂടുതലാണെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ട് എന്നാണ് അർത്ഥം. ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, കുറഞ്ഞിട്ട് കെ സിന്റെ വാല്യൂയിലേക്ക് വരണം. ഓക്കെ അല്ലേ? സോ അതാണ് ക്യൂ സി ഗ്രേറ്റർ ദാൻ കെ സി ആണെങ്കിൽ പ്രോഡക്റ്റ് റിയാക്റ്റന്റ് ആയിട്ട് മാറുന്ന റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി ക്യൂ സി കെ സിനെക്കാട്ടും കുറവാണെങ്കിലോ ക്യൂ സി ഒന്നും കൂടെ മുന്നോട്ട് പോയിട്ട് കെ സി ആവേണ്ടിയിരിക്കുന്നു. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് കുറച്ചും കൂടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ദാറ്റ് മീൻസ് അത് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഇനി ക്യൂ സി കെ സിക്ക് ഈക്വൽ ആവും എപ്പോ, ആ ഇക്വിലിബ്രിയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. H2 and I2 gives 2 Hi. Kc is equal to 57.0 at 700 Kelvin. Suppose we have the molar concentrations. H2 ന്റെ concentration ഇത്, I2 ന്റെ concentration ഇത്, and Hi ന്റെ concentration ഇത്. The subscript of the concentration symbols means that the concentrations are termed at some arbitrary time t, not necessarily at equilibrium. അതായത് നമുക്ക് ഏതോ ഒരു സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, യെസ്. അതിന്റെ Kc നമുക്ക് 57 ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷന്റെ ഡയറക്ഷൻ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ക്യൂ സി കാൽക്കുലേറ്റ് ചെയ്യണം. ക്യൂ സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ HI പവർ 4 എന്ന് പറയുമ്പോൾ 0.4 പവർ 2 ഡിവൈഡ് ബൈ പവർ 4 അല്ല പവർ 2 ആണ് വരിക. ഇൻറ്റു H2ന്റെ കോൺസെൻട്രേഷൻ 0.1 ആണ്, ഇൻറ്റു നമ്മുടെ I2ന്റെ കോൺസെൻട്രേഷൻ 0.2 ആണ്. സോ 0.4 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 0.2 എന്ന് നമുക്ക് വരും. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 0.8 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? സോറി, 0.8 ഡിവൈഡഡ് ബൈ 0.1 ഉണ്ട് നമുക്ക് ഇവിടെ. സോ നമുക്ക് എന്ത് കിട്ടും, 8 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്ക് ഇതിന്റെ ക്യൂ സി 8 എന്ന് കിട്ടി, കെ സി 57 ആണ്. ദാറ്റ് മീൻസ് ക്യൂ സി ലെസ് ദാൻ കെ സി ആയതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ എങ്ങോട്ടാണ് നടക്കേണ്ടത്, ഫോർവേഡ് ഡിറക്ഷനിലാണ് ഇനിയും നടക്കുക. അതെന്തുണ്ട്, അതിന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഇൻ ദിസ് കേസ് ക്യൂ സി ഡസ് നോട്ട് ഈക്വൽ ടു കെ സി. സോ ദ മിക്സ്ചർ H2, I2 and Hi is not in equilibrium. That is, more H2 and I2 will react for more Hi and then their concentration will reach and it will reach QC equal to KC എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷനിൽ അവർ എത്തിച്ചേരും. അപ്പോഴാണ് അവർ ഇക്വിലിബ്രിയം എത്തി എന്ന് നമ്മൾ പറയുന്നത്.
ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാക്ഷൻ കോഷ്യന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു റിയാക്ഷന്റെ ഡയറക്ഷനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. സോ ഈ ഒരു ടേബിൾ ഞാൻ ഇങ്ങനെ ഈ ആക്കിയിട്ടുള്ള ഈ ഒരു ടേബിളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിക്കാതെ പോകരുത് ഈ കാര്യങ്ങളൊന്നും. ക്ലിയർ? ഓക്കെ, യെസ്. അതാ നമ്മൾ പറഞ്ഞത് QC KCനെക്കാട്ടും കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? QC KCനെക്കാട്ടും കുറഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക? ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്. നമുക്കറിയാം ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെയാണല്ലേ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് നടക്കുക. ഇനി QC ഗ്രേറ്റർ ദാൻ KC ആണെങ്കിലോ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുക. QC ഈക്വൽ ടു KC ആണെങ്കിൽ നോ നെറ്റ് റിയാക്ഷൻ, അവർ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഡൈനമിക് ഇക്വിലിബ്രിയം തന്നെയാണ്, രണ്ടും ഒരേ റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് മാത്രം. Okay, again similar question ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. The value of KC for the reaction 2A gives B plus C is 2 into 10 power minus 3. At a given time, the composition of the reaction of the mixture. Given time ഉള്ള ഒരു composition നമുക്ക് തന്നിട്ടുണ്ട്. In which direction reaction will proceed? അപ്പോൾ ഇതിന്റെ QC നമുക്ക് എഴുതാം എങ്ങനെയാണ്? Concentration of B into concentration of C divided by concentration of A power 2. അങ്ങനെയാണെങ്കിൽ എന്താണ്? 3 into 10 power minus 4 into 3 into 10 power minus 4 divided by 3 into 10 power minus 4 the whole square, which is equal to 1 എന്ന് നമുക്ക് കിട്ടും. സോ QC ഈക്വൽ ടു KC ആണോ? QC ഗ്രേറ്റർ ദാൻ KC ആണോ? ഇത് എത്രയാണ്? 2 into 10 power minus 3 ആണ്. കറക്റ്റ് അല്ലേ? യെസ്. സോ 2 into 10 power minus 3 എന്ന് പറയുന്നതാണോ 1 ആണോ വലുത്? 1 is greater than 2 into 10 power minus 3 അല്ലെങ്കിൽ QC greater than KC ആണ് നമുക്ക് മനസ്സിലായി. കറക്റ്റ് അല്ലേ? QC greater than KC ആണെങ്കിൽ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടായിരിക്കുക എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? പ്രെഡിക്റ്റിംഗ് ദ ഡിറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു, എക്സ്റ്റെന്റ് ഓഫ് ദ റിയാക്ഷനും പറഞ്ഞു. ഇനി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത്. Okay, so calculating equilibrium constants. Okay, so in case of problem in which we know the initial concentrations but do not know any of the equilibrium concentrations, the following 3 steps shall be followed. Write the balanced equation of the reaction. അത് നമുക്കറിയാം, നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതണം, അപ്പോഴേ നമുക്ക് ആ മോൾസിന്റെ എണ്ണം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? Under balanced equation, make a table that lists each of the substance involved in the reaction. അതായത് അവരുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്താണ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്തൊക്കെയാണ്, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ താഴെ ഒന്ന് എഴുതി വെക്കാം. ടേബിൾ ആക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല, നിങ്ങൾ അതൊന്ന് എഴുതി വെക്കുക. Constructing the table defined X as the concentration of one substance that react going into equilibrium. ഈ ഒരു സ്റ്റെപ്പ് വായിക്കുന്നതിനായിട്ട് നല്ലത് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വണ്ടി ഓടിക്കുന്നത് ഒരാൾ എന്ത് ചെയ്യാണ്? നിങ്ങളോട് പറയാണ് ആദ്യം നിങ്ങൾ എന്താ പറയുക, ക്ലച്ചിൽ മെല്ലെ കാലെടുത്തോണ്ടിരിക്കണം, ആക്സിലറേറ്റർ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം, ഇങ്ങനെ പറയുന്നത് ഒരാളിങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇനി പോയി വണ്ടി എടുത്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഈ സ്റ്റെപ്പ് നമ്മൾ ഓക്കെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സാധനം നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമുക്ക് അത് ചെയ്യാനായിട്ട് കഴിയില്ല. പ്രാക്ടിക്കൽ നോളജ് നമുക്ക് വേണം അല്ലേ? സോ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കാം, ത്രൂ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. ഓക്കെ, യെസ്. സോ 13.8 gram of N2O4 was placed in 1 liter reaction vessel at 400 Kelvin and allowed to attain in the equilibrium. Equilibrium ആവാനായിട്ട് നമ്മൾ അവിടെ അവരെ വിട്ടു. ഓക്കെ, എന്നിട്ട് the total pressure at the equilibrium was found to be 9.15 bar. Calculate Kc, Kp and പാർഷ്യൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലുള്ള പാർഷ്യൽ പ്രഷറും KPയും KCയും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്? നമ്മൾ നമ്മുടെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. കറക്റ്റ് അല്ലേ? ഇത് ബാലൻസ്ഡ് അല്ലേ? ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞു അറ്റ് എ ടൈം T ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 13.8 gram ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എത്ര മോൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം 1 mol N2O4 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 mol NO2 ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ PV ഈക്വൽ ടു NRT വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും നല്ല നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്കിവിടെ പ്രഷർ ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. സോ നമ്പർ ഓഫ് മോൾസ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 0.15 ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക്
നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ PV ഈക്വൽ ടു NRT എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് വോളിയം 1 ലിറ്റർ തന്നിട്ടുണ്ട്. N നമ്മൾ കണ്ടുപിടിച്ചു. Rന്റെ വാല്യൂ നമുക്കറിയാം 0.083 ആണ് നമ്മൾ എടുക്കേണ്ടത്. ടൈം 400 കെൽവിൻ ആണ് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? P ഇൻറ്റു 1 is equal to 0.15 ഇൻറ്റു 0.083 ഇൻറ്റു 400. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആര് മാത്രമേ അറിയത്തുള്ളൂ? P മാത്രമേ അറിയത്തുള്ളൂ. Pന്റെ വാല്യൂ നമുക്ക് കിട്ടി 4.98 ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതുക? നമ്മുടെ N2O4 gives 2NO2. ടൈം T ഈക്വൽ ടു 0 ആയ സമയത്ത് ഇവിടുത്തെ പ്രഷർ എന്താണ്? എത്രയാണ് നമുക്ക് കിട്ടിയത്? 4.98 ആണ് ഉള്ളത്. 4.98 ആണ്. അപ്പോൾ ഇവിടെ 0 ആണുള്ളത്. ഇനി ഈ 4.98ൽ നിന്നും X ഇവിടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ടൈം T ഈക്വൽ ടു T അറ്റ് ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ 4.98 ന്ന് X പ്രഷർ ഇവിടെ കുറയും. ഇവിടെ X പ്രഷർ കുറഞ്ഞാൽ ഇവിടെ എത്ര പ്രഷർ ഉണ്ടാവും? 2x ഇവിടെ ഉണ്ടാവും. കാരണം എന്താണ്? ഇവരുടെ ഈ എന്താ പറയുക, ഇവരുടെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. സോ ഇവിടുന്ന് x പോയി കഴിഞ്ഞാൽ ഇവിടെ 2x ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, ഈ കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതി വെക്കാനായിട്ട് നോക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ P ടോട്ടൽ അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മോട് ചോദിച്ച കാര്യം ഇത് പ്ലസ് ഇത് ആണെന്നുള്ള കാര്യം ആലോചിക്കുക. സോ ദാറ്റ് P ടോട്ടൽ വിൽ ബി 4.98 പ്ലസ് എക്സ് ആയിരിക്കും. സോ 4.98 മൈനസ് എക്സ് പ്ലസ് 2x ആണ്. സോ 4.98 പ്ലസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ P ടോട്ടൽ അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് തന്നിട്ടുണ്ടോ? യെസ്, നമുക്ക് ഇക്വിലിബ്രിയം സമയത്തുള്ള P ടോട്ടൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഇവിടുന്ന് കണ്ടുപിടിക്കാം. സോ ഈസി ആയിട്ട് 4.17 എന്ന് നമുക്ക് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എത്ര നമുക്ക് കണ്ടുപിടിക്കാം? 4.98 മൈനസ് നമ്മുടെ എക്സ് വാല്യൂ നമ്മളിവിടെ 4.17 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് P ഓഫ് N2O4 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2x ആണ് എന്ത്? P ഓഫ് NO2. സോ നമുക്കുള്ള KC KP റിലേഷൻ അല്ലെങ്കിൽ KP വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടും? KP ഈക്വൽ ടു P ഓഫ് NO2 പവർ 2. P of NO2 power 2 divided by P of N2O4. രണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ 85.87 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ഇൻ ടു ദ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആൻഡ് നമ്മൾ സോൾവ് ഫോർ എക്സ് ചെയ്തു. എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ KP കിട്ടി. ഇനി KP KC റിലേഷൻ നിങ്ങൾക്ക് അറിയാം. KP ഈക്വൽ ടു KC ഇൻറ്റു RT പവർ ഡെൽറ്റ N ആണ്. ഇതൊരു വെച്ചിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് KCന്റെ വാല്യൂ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഞാൻ സ്പീഡായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക, സ്ലോ ആയിട്ടൊന്ന് കേട്ട് നോക്കാം കേട്ടോ. എനിക്കറിയില്ല ഞാൻ സ്പീഡായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത്. എനിക്കൊരു ഫീൽ ചെയ്തു ഞാൻ കുറച്ച് സ്പീഡായിട്ട് അവിടെ സംസാരിച്ചു എന്നുള്ള കാര്യം. ഒന്നുമില്ല, നിങ്ങൾ ആദ്യം ഈ ഒരു റിയാക്ഷൻ എഴുതുക. റിയാക്ഷൻ ബാലൻസിലല്ലേ നോക്കുക, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ, ഇവിടെ ഗ്യാസ് ആയതുകൊണ്ട് പാർഷ്യൽ പ്രഷർ എടുക്കുന്നതാണ് നല്ലത്. അതെടുത്തിട്ട് നിങ്ങൾ ഇവിടെ കൊടുക്കുക. രണ്ടിൻ്റെയും എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിലുള്ള കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രഷർ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ KP KCയിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. KP ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ KC കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ആൻഡ് KC ആണ് കിട്ടുന്നുണ്ടെങ്കിൽ KP കണ്ടുപിടിക്കാനായിട്ടും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടുത്തെ ഡെൽറ്റ Nന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 - 1 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 3 മോൾ ഓഫ് PCl5 kept in, അതായത് PCl5ന്റെ റിയാക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ആരായിട്ട് മാറുക? അവര് PCl3ഉം Cl2ഉം ആയിട്ട് മാറാണ്. ഓക്കെ, അപ്പൊ ടൈം 3ൽ ഞാൻ 3 മോൾ PCl5 ആണ് അവിടെ കീപ്പ് ചെയ്തത്. 1 ലിറ്റർ ക്ലോസ്ഡ് വെസലിലാണ് വെച്ചത്. അലൗഡ് ടു അറ്റൈൻ ഇക്വിലിബ്രിയം 380 കെൽവിനിലാണ്. കാൽക്കുലേറ്റ് ദ കോമ്പോസിഷൻ ഓഫ് ദ മിക്സ്ചർ അറ്റ് ഇക്വിലിബ്രിയം. അറ്റ് ഇക്വിലിബ്രിയത്തിലുള്ള നമ്മുടെ മിക്സ്ചറിന്റെ കോമ്പോസിഷൻ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ടൈം T ഈക്വൽ ടു T ആവുന്ന സമയത്ത് ഇവിടുന്ന് എക്സ് റിയാക്ട് ചെയ്യുന്നു, ഇവിടെ എക്സ് ഫോം ചെയ്യുന്നു, ഇവിടെയും എക്സ് ഫോം ചെയ്യുന്നു. അതല്ലേ ഉണ്ടാവുന്നത്? ഓക്കെ അല്ലേ? ഇനി KCന്റെ വാല്യൂ നമുക്ക് തന്നു 1.8 ആണെന്നുള്ളത്. സോ നമുക്ക് എങ്ങനെ KC കണ്ടുപിടിക്കാം? x² ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 1.80 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കോൺസെൻട്രേഷൻ ആണ് ഇവിടെ തന്നത്, അതുകൊണ്ട് നമ്മളത് മാറ്റേണ്ട ആവശ്യം ഇല്ല. 3 മോൾസ് ഇൻ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 3 മോൾ പെർ ലിറ്റർ ആണ്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നോ? 3 മോൾ ഇൻ 1 ലിറ്റർ, അതാണ് നമ്മുടെ മൊളാരിറ്റി എന്ന് നമ്മൾ പറയാറുള്ളത് അല്ലേ? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. അതുകൊണ്ടാണ് 3 in 1 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 3 ആയിട്ട് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് KCയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അതിന്റെ എക്സിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് x is equal to 1.59 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിലുള്ള കോമ്പോസിഷൻ എന്തായിരിക്കും? 3 ആ എക്സിന്റെ വാല്യൂ കുറക്കുക. ഇവിടെ എക്സ്, ഇവിടെയും എക്സ്. അത്രയേ ഉള്ളൂ. ക്ലിയർ?
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റിംഗ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇനി അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ, റിയാക്ഷൻ കോഷ്യന്റ് ക്യൂ ആൻഡ് ഗിബ്സ് എനർജി. ഇവർ 3 പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇവർ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, യെസ്. ഓക്കെ, ഇത് നമുക്ക് വേറെ രീതിയിലാണ് വരുന്നത്, അപ്പോൾ നമുക്ക് ഒഴിവാക്കാം. യെസ്, ഓക്കെ. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ദ വാല്യൂ ഓഫ് കെ സി ഫോർ എ റിയാക്ഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. കെ സിന്റെ വാല്യൂവിൽ എവിടെയും റേറ്റ് ഓഫ് എ റിയാക്ഷൻ നമ്മൾ പറയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് റേറ്റ് കണ്ടുപിടിക്കാനും കഴിയില്ല. However, as you have studied in Unit 6, it is directly related to the thermodynamics of the reaction and in particular to the delta G. നമ്മുടെ thermodynamics ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് delta G equal to minus RT LNK. ഈ ഒരു ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മൈനസ് RT LNK അല്ലെങ്കിൽ മൈനസ് 2.303 RT log K. കറക്റ്റ് അല്ലേ? എന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞു ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, ഡെൽറ്റ ജി 0 ആണെങ്കിൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നില്ലേ? യെസ്, അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് ദെൻ ദ റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ് ആൻഡ് പ്രൊസീഡ്സ് ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ദെൻ ദ റിയാക്ഷൻ ഇസ് കൺസിഡേർഡ് ആസ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇൻസ്റ്റെഡ് ആസ് എ റിവേഴ്സ് റിയാക്ഷൻ വുഡ് ഹാവ് നെഗറ്റീവ് ഡെൽറ്റ ജി. അതായത് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ പോസിറ്റീവ് ഡെൽറ്റ ജി ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് റിയാക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ഡെൽറ്റ ജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് റിയാക്റ്റൻസ് ആയിട്ട് മാറുന്ന ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. കാരണം അതാണ് നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഡെൽറ്റ ജി ഈക്വൽ ടു 0 ആണെങ്കിൽ റിയാക്ഷൻ ഹാവ് അച്ചീവ്ഡ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ദിസ് പോയിന്റ് ദർ ഈസ് നോ ലോങ്ങർ എനി ഫ്രീ എനർജി ലെഫ്റ്റ് ടു ഡ്രൈവ് ദ റിയാക്ഷൻ. നമുക്കറിയാം എന്താണ് ഗിബ്സ് ഫ്രീ എനർജി? ദ അമൗണ്ട് ഓഫ് എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ വർക്ക്. ഒരു വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അമൗണ്ട് ഓഫ് എനർജിനെയാണ് നമ്മൾ ഡെൽറ്റ ജി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ ഡെൽറ്റ ജി 0 ആവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഡെൽറ്റ ജി 0 ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഫ്രീ എനർജി അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് RT LNQ ആണ്. ഈ ഡെൽറ്റ ജി 0 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ ജി നോട്ട് പ്ലസ് RT LNQ ആണ്. സോ ഈ അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി ഈക്വൽ ടു 0. സോ നമുക്ക് ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് RT LNQ. ആ ക്യൂവിനെ നമുക്ക് ആരെ എഴുതാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആക്കി എഴുതാം അറ്റ് ഇക്വിലിബ്രിയം ആയതുകൊണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം? LNK ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി ബൈ RT അല്ലെങ്കിൽ ലോഗ് കെ ആക്കി നമുക്ക് അതിനെ മാറ്റാനായിട്ട് കഴിയും. ആൻഡ് LN ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം K ഈക്വൽ ടു ഇ പവർ മൈനസ് ഡെൽറ്റ ജി ബൈ RT നമുക്ക് എഴുതാം. കാരണം ഇവർ നാച്ചുറൽ ലോഗരിതം ആയതുകൊണ്ട്. ഇനി ലോഗ് ആയിരുന്നെങ്കിൽ അത് എന്ത് വരുമായിരുന്നേനെ? ഈ LNK എനിക്ക് എങ്ങനെ എഴുതാം? 2.303 log k എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ജി ബൈ RT എന്ന് വരും. സോ ലോഗ് കെ ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ജി ബൈ 2.303 RT എന്ന് വരും. അങ്ങനെയാണെങ്കിൽ k ഈക്വൽ ടു 10 പവർ മൈനസ് ഡെൽറ്റ ജി ഡിവൈഡഡ് ബൈ 2.303 RT എന്ന് വരുമായിരുന്നു നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ ഇഫ് ഡെൽറ്റ ജി നോട്ട് ലെസ് ദാൻ 0 then മൈനസ് ഡെൽറ്റ ജി ബൈ RT വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഡെൽറ്റ ജി 0 ആണെങ്കിൽ മൈനസ് ആണെങ്കിൽ ഇതെല്ലാം കൂടെ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഇഫ് ഈ ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുണ്ടെങ്കിൽ k എന്താവും? ഗ്രേറ്റർ ദാൻ 1 ആവും. വിച്ച് ഇംപ്ലൈസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഓർ ദ റിയാക്ഷൻ വിച്ച് പ്രൊസീഡ്സ് ഇൻ ദ ഫോർവേഡ് ഡിറക്ഷൻ ടു സച്ച് എൻ എക്സ്റ്റെന്റ് ദാറ്റ് ദ പ്രോഡക്ട്സ് ആർ പ്രസന്റ് പ്രിഡോമിനന്റ്ലി. ക്ലിയർ അല്ലേ? സ്പോണ്ടേനിയസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാം. ഇനി ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലോ ഈ പവർ നെഗറ്റീവ് വാല്യൂ തന്നെയാണ് വരിക. നമുക്ക് ഈ ലെസ് ദാൻ 1 കിട്ടും, കെയും ലെസ് ദാൻ 1 കിട്ടും. വിച്ച് ഇംപ്ലൈസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ഓർ റിയാക്ഷൻ വിത്ത് പ്രൊസീഡ്സ് ഫോർവേഡ് ഡിറക്ഷൻ ടു സച്ച് എ സ്മോൾ ഡിഗ്രി ഓർ വെരി മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ഇസ് ഫോംഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തിന്? ഫോർ എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവുന്ന സമയത്ത് അവിടെ കൂടുതൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യില്ല? പ്രൊഡ്യൂസ് ചെയ്യില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചത്. ദ വാല്യൂ ഓഫ് ഡെൽറ്റ ജി നോട്ട് ഫോർ ദ
phosphorylation of glucose in glycolysis is this much. Find the value of Kc. Very simple question. നമുക്ക് ln k കണ്ടാൽ മതി, then e power ആ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് k ന്റെ വാല്യൂ കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഡെൽറ്റ ജീനോട് തന്നിട്ടുണ്ട്. സോ അതിന് നമ്മൾ മൈനസ് ആർ ടി ln k ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യിപ്പിക്കുക. അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഡെൽറ്റ ജി ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 × 10⁻³ തന്നിട്ടുണ്ട്. ഈ ln kയിൽ നമ്മൾ kന് പകരം ആരോ കൊടുക്കുക, നമ്മുടെ 2 × 10⁻13 നമ്മൾ ഇട്ട് കൊടുക്കുക. ടെമ്പറേച്ചറും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയത്തിലേക്ക് കാലെടുത്ത് വെക്കും. ഓക്കെ, സോ ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയ ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത്. Okay, so one of the principal goals of chemical synthesis is to maximize the conversion of reactants to products. നമുക്കറിയാം എപ്പോഴും ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്? കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം. കറക്റ്റ് അല്ലേ? സോ വൺ ഓഫ് ദ പ്രിൻസിപ്പൽ ഗോൾസ് ഓഫ് കെമിക്കൽ സിന്തസിസ് ഈസ് ടു മാക്സിമൈസ് ദ കൺവേർഷൻ ഓഫ് ദ റിയാക്ടൻസ് ടു പ്രോഡക്ട്സ് വൈൽ മിനിമൈസിംഗ് ദി എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. എനർജീൻ്റെ എക്സ്പെൻഡിച്ചർ ഒക്കെ കുറച്ചിട്ട് കൂടുതൽ പ്രോഡക്റ്റ് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദിസ് ഇംപ്ലൈസ് മാക്സിമം yield ഓഫ് പ്രോഡക്റ്റ് അറ്റ് മൈൽഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷൻസ്. മാക്സിമം yield ഓഫ് പ്രോഡക്റ്റ് മൈൽഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ മാക്സിമം yield ഓഫ് പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു എക്സ്പെൻഡിച്ചർ കുറക്കുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എനർജി എക്സ്പെൻഡിച്ചർ അവിടെ ആവശ്യമായിട്ട് വരും. സോ അതൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. If it does not happen, then the experimental condition need to be adjust. For example, in the Haber's process, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു Haber's process എന്ന് പറഞ്ഞാൽ എന്താണ്? Synthesis of ammonia, N2 + 3H2 gives 2NH3 എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഇക്വേഷൻ ആണ് എന്ത്? N2 + 3H2 gives 2NH3 എന്ന് പറയുന്നത്. സോ ഇൻ ദ Haber process for the synthesis of ammonia from N2 and H2, the choice of experimental condition is of real economic importance. Annual world production of ammonia is about 100 million tons, primarily for the use of fertilizers. Clear അല്ലേ? ഓക്കെ അല്ലേ? കാരണം നമുക്ക് ഈ അമോണിയ എന്ന് പറയുന്നത് ഭയങ്കര എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ്. അതായത് നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസേഴ്സിൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എമൗണ്ട് എന്ത് ഉണ്ടാക്കി കിട്ടണം? നമ്മുടെ അമോണിയ ഉണ്ടാക്കി കിട്ടണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ അത് ചെയ്യാറുള്ളത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കമ്മിങ് പോയിന്റ്സ് പറയുന്ന സമയത്ത് നമ്മൾ പറയും കേട്ടോ. ഓക്കെ, സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് ഇഫ് ദ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഈസ് സബ്ജക്റ്റഡ് ടു എ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ റിയാക്ടിംഗ് സബ്സ്റ്റൻസസ്, ദെൻ ദ സിസ്റ്റം ഈസ് നോ ലോങ്ങർ അറ്റ് ഇക്വിലിബ്രിയം. അതായത് നമുക്കറിയാം ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. അവിടെ നിന്ന് എങ്ങാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ HIന്റെ അളവ് കൂട്ടുന്നു, I2ന്റെ അളവ് കുറക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പുതിയ ഇക്വിലിബ്രിയം അവർ അറ്റൈൻ ചെയ്യും. ഇത്രയും സമയത്തിൽ അവർ എന്ത് ചെയ്യാണ്? ഒരു പുതിയ ഇക്വിലിബ്രിയം റീ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കുക ചെയ്യുന്നത്. അതായത് ഇക്വിലിബ്രിയം അവിടെ ഡിസ്റ്റർബ്ഡ് ആയി. അതായത് ഇപ്പൊ ഇക്വിലിബ്രിയത്തിൽ 10 mol/L ആണ് ഒരാളെ കോൺസെൻട്രേഷൻ എന്നുണ്ടെങ്കിൽ ഞാൻ അത് പെട്ടെന്ന് പോയിട്ട് 15 mol ആക്കി കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയത്തിൽ അവിടെ എന്ത് വന്നു? ചേഞ്ച് വന്നു. അപ്പൊ അവരെന്തോ ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഒരു പുതിയ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനായിട്ട് നോക്കും. Clear അല്ലേ? And net reaction takes place in the some direction until the system returns to the equilibrium once again. അതായത് ഇപ്പം ഇവിടെ ഞാൻ 15 ആക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ഡയറക്ഷനിലേക്ക് ഒരു റിയാക്ഷൻ നടന്നിട്ട് ഒരു പുതിയൊരു ഇക്വിലിബ്രിയത്തിലേക്ക് അവരെന്ത് ചെയ്യും? തിരിച്ചു പോകും. ക്ലിയർ അല്ലേ? ആ ഇക്വിലിബ്രിയത്തിൽ നിന്ന് അവരെ മാറ്റുന്ന അവർക്ക് തീരെ ഇഷ്ടമില്ല. അവർക്ക് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാനാണ് ഇഷ്ടം. സിമിലർലി എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ പ്രഷർ ഓഫ് ദി സിസ്റ്റം മേ ഓൾസോ ഓൾട്ടർ ദി ഇക്വിലിബ്രിയം. നമ്മളിപ്പോൾ കോൺസെൻട്രേഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഞാൻ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താലും പ്രഷർ ചേഞ്ച് ചെയ്താലും ഒക്കെ എന്ത് ഡിസ്റ്റർബ്ഡ് ആവും? നമ്മുടെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. Okay, so in order to decide what course of the reaction adopt and make a quantitative prediction about the effect of change of condition in equilibrium, we can use the Le-Chatelier's principle. So എങ്ങനെ ആ റിയാക്ഷൻ നടക്കും, ഏത് സൈഡിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ
അക്കോർഡിംഗ് ടു എന്താണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ഈ ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്നുള്ള ഏതെങ്കിലും ഒരു ഫാക്ടറിനെ ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റമായിട്ട് എന്ത് ചെയ്യും, അവര് ആ ഒരു ഇക്വിലിബ്രിയം റീഗെയിൻ ചെയ്യാനായിട്ട് അവര് എന്താ പറയുക ശ്രമിക്കും എന്നാണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. ദാറ്റ് മീൻസ് change in any of the factors that determine the equilibrium conditions for a system will cause the system to change in such a manner so as to reduce the counteract and effect of the change. ആ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന പ്രശ്നത്തിന് കൗണ്ടർ ആക്ട് ചെയ്യാനായിട്ട് അവർ വേറെ റിയാക്ഷൻസ് നടത്തിയിട്ട്, വേറെ റിയാക്ഷൻസ് ഇൻ ദ സെൻസ് അവരപ്പം വേറെ സൈഡിലേക്ക് റിയാക്ഷൻസ് നടത്തിയിട്ട് അവരെന്താവും ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് അവർ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷനിലുള്ള ചേഞ്ച് എങ്ങനെ എഫക്ട് ചെയ്യും, ടെമ്പറേച്ചർ ചേഞ്ച് എങ്ങനെ എഫക്ട് ചെയ്യും, പ്രഷർ ചേഞ്ച് എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി 1 by 1 ആയിട്ട് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഓരോന്നിൻ്റെയും എഫക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ അത് നടക്കുന്നത് അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക നമ്മുടെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് മുന്നിലുള്ളത് കേട്ടോ. സോ ഫസ്റ്റ് വൺ, എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്. കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതെങ്ങനെയാണ് എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഇൻ ജനറൽ വെൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ദി അഡീഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് എനി ഓഫ് ദ റിയാക്റ്റൻറ്റ്. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, റിയാക്റ്റൻസിനെ ഒന്നുകിൽ ആഡ് ചെയ്യാണ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാണ്. അപ്പം എന്ത് ചെയ്യും, അവിടുത്തെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പം എന്താ സംഭവിക്കുക, ദ കോൺസെൻട്രേഷൻ സ്ട്രെസ് ഓഫ് എൻ ആഡഡ് റിയാക്റ്റൻറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഈസ് റിലീവ്ഡ് ബൈ ദ നെറ്റ് റിയാക്ഷൻ ഇൻ ദ ഡിറക്ഷൻ ദാറ്റ് കൺസ്യൂംസ് ദി ആഡഡ് സബ്സ്റ്റൻസ്. അതായത് ഞാൻ കൂടുതൽ റിയാക്റ്റൻസിനെ ഇട്ട് കഴിഞ്ഞാൽ ആ റിയാക്റ്റൻസിനെ കൺസ്യൂം ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ നടക്കും. ദാറ്റ് മീൻസ് റിയാക്റ്റൻസിനെ കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോർവേഡ് റിയാക്ഷനിലേക്ക് നടക്കും. ഇനി ഞാൻ കൂടുതൽ പ്രോഡക്റ്റ് അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺസെൻട്രേഷൻ കൂടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് പഴയ പോലെ ആക്കണമെങ്കിൽ ഇവിടുത്തെ കോൺസെൻട്രേഷൻ കുറക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ റിയാക്റ്റൻസോ പ്രോഡക്ട്സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൺസ്യൂം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരെ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ദാറ്റ് മീൻസ് റിയാക്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, പ്രോഡക്ട്സ് കൂട്ടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പോഴാണ് ആ കൂടിയ എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറക്കാനായിട്ട് കഴിയുള്ളൂ. ഇവരെ കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് എന്താക്കി മാറ്റണം, റിയാക്റ്റൻസ് ആക്കി മാറ്റണം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ദ കോൺസെൻട്രേഷൻ സ്ട്രെസ് ഓഫ് റിമൂവ്ഡ് റിയാക്റ്റന്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഞാൻ ഇവിടുന്ന് എടുത്ത് കുറച്ച് റിയാക്റ്റൻസിനെ കളഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക, ആ റിയാക്റ്റൻസ് അവിടുന്ന് പോയില്ലേ, അപ്പൊ അത്രയും റിയാക്റ്റൻസ് നമുക്ക് വേണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കുക. ഇനി ഞാൻ കുറച്ച് പ്രോഡക്ട്സിനെ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയാൽ ഇപ്പൊ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു, കുറഞ്ഞാൽ അതെന്ത് ചെയ്യണം, കൂട്ടണം. അത് കൂട്ടാനായിട്ട് എന്ത് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോൺസെൻട്രേഷന്റെ എഫക്റ്റ് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത് അതാണ് ഇവിടെ പറയുന്നത്. വെൻ കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ എ റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയം ഇസ് ചേഞ്ച്ഡ്, ദ കോമ്പോസിഷൻ ഓഫ് ദ ഇക്വിലിബ്രിയം മിക്സ്ചർ ചേഞ്ചസ് സോ ആസ് ടു മിനിമൈസ് ദി എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ചസ്. റിയാക്ടൻസ് കൂട്ടിയാൽ നമ്മൾ കുറക്കാൻ നോക്കും, കുറക്കണമെങ്കിൽ ഫോർവേഡ് ഡിറക്ഷൻ നടക്കണം. റിയാക്ടൻസ് കുറച്ചാൽ നമ്മൾ അത് കൂട്ടാൻ നോക്കും, കൂട്ടണമെങ്കിൽ എന്ത് നടക്കണം, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റിന്റെ കേസിൽ വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾ എടുത്തു നോക്കുകയാണ്, H2ഉം I2ഉം കൂടെ റിയാക്ട് ചെയ്തിട്ട് 2HI പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ. ഞാൻ ഇതിലേക്ക് if H2 is added to the reaction mixture at equilibrium, then the equilibrium of the reaction is disturbed. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ H2നെ കൊണ്ടുപോയി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഇക്വിലിബ്രിയം എന്താവും, ഡിസ്റ്റർബ്ഡ് ആവും. In order to restore it, the reaction proceeds in the direction wherein H2 is consumed. അതായത് H2 കൺസ്യൂം ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അതാണ് നമ്മുടെ ആര്, forward reaction, and more H2I2 react to form HI. Finally the equilibrium shift in the right direction അല്ലെങ്കിൽ forward direction ലേക്ക് equilibrium shift ആവപ്പെടും. ക്ലിയർ അല്ലേ? This is happening in accordance with എന്ത്, നമ്മുടെ Le Chatelier's principles, which implies that in case addition of the reactant or product, a new equilibrium will be set up in which the concentration of reactant product should be less than what it was after the addition but more than what it was original mixture. ഓക്കെ അല്ലേ? നമ്മൾ ആഡ് ചെയ്തതിനെക്കാട്ടും എന്തായിരിക്കും, ഞാനിപ്പോൾ 10 ഉള്ളത് 15 ആക്കിയാൽ അവർ തിരിച്ച് എന്തിലെത്തണം എന്നില്ല, 10ൽ എത്തണം എന്നില്ല. പക്ഷെ എന്തായാലും 15ന്റെ താഴെ ഒരു 13, 12ലൊക്കെ ആയിരിക്കും അവർ പിന്നെ അടുത്ത ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? യെസ്. സെയിം പോയിന്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് നമ്മുടെ റിയാക്ഷൻ കോഷ്യന്റിന്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം? സെയിം പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. സോ ദി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അറ്റ് ഇക്വിലിബ്രിയം റിസൾട്ട്സ് ഇൻ വാല്യൂ ഓഫ് QC ബീയിങ് ലെസ് ദാൻ KC. Okay, yes, addition of hydrogen at equilibrium results in the value of QC being less than KC. Thus, in order to attain the equilibrium again, reaction moves in the forward direction. അതായത് ഞാൻ എന്ത് ചെയ്യാണ്? H2 plus I2 gives 2HI. ഇതാണ് എൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ അല്ലേ? H2 plus I2 gives 2HI. ഞാൻ കുറച്ചും കൂടെ H2 അവിടെ ആഡ് ചെയ്തപ്പം QCന്റെ വാല്യൂ എന്തായി? കുറഞ്ഞു പോയി. കറക്റ്റ് അല്ലേ? ക്യൂസിന്റെ വാല്യൂ എന്ത് കുറഞ്ഞു? കാരണം ഡിനോമിനേറ്ററിലുള്ള ആളാണ് എന്ത് ചെയ്തത്? കൂടിയത്. സോ ക്യൂസിന്റെ വാല്യൂ കുറയും. ക്യൂസിന്റെ വാല്യൂ ലെസ് ദാൻ KC ആണെങ്കിൽ നമുക്കറിയാം എന്താ നടക്കുക അവിടെ? ഫോർവേഡ് ഡിറക്ഷൻ ആണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ പ്രോഡക്ട്സ് അവിടെ ഫോം ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, കൂടുതൽ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ റിയാക്റ്റൻസിന്റെ അമൗണ്ട് കൂട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രോഡക്ട്സിന് അപ്പം അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറയും. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ സിസ്റ്റം അത് കൂട്ടാനായിട്ട് നോക്കും. കൂട്ടാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Similarly, we can say that removal of product also boosts the forward direction and increase the concentration of the product, and thus it has a great commercial application in case of reactions. അതാണ് ഞാൻ പറഞ്ഞത്. കൂടുതലായിട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പ്രോഡക്റ്റിന് അവിടെ നിന്ന് എടുത്ത് റിമൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. Where the product is gas or a volatile substance, in case of manufacture of ammonia, ammonia is liquefied and removed from the reaction mixture so that the reaction keeps moving forward direction. അതായത് ഫോർവേഡ് ഡിറക്ഷനിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ ഉണ്ടാവുന്ന അമോണിയ ഗ്യാസിനെ എല്ലാത്തിനെയും ലിക്വിഫൈ ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? എടുത്ത് മാറ്റുകയാണ് ചെയ്തിരുന്നത്. സോ ആ ഒരു എന്താ പറയുക, ഇക്വിലിബ്രിയത്തിൽ മുഴുവൻ എന്താണ്? പ്രോഡക്റ്റിന്റെ അമൗണ്ട് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ അവിടെ നടക്കുമായിരുന്നേനെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Yes, similarly, in the large scale production of calcium oxide used as important building material from calcium carbonate, just removal of carbon dioxide from it drives the reactions to completion. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? കാരണം എന്താണ്? ഞാൻ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ട് അവിടുന്ന് റിമൂവ് ആയി പോവാണ്. സോ എന്താണ് ഇവിടെ? കാൽഷ്യം ഓക്സൈഡ് കൂടുതലായിട്ട് ഉണ്ടാവുക ചെയ്യുക. കാരണം എന്താ? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ് ദ കണ്ടിന്യൂസ് റിമൂവൽ ഓഫ് എ പ്രോഡക്റ്റ് മെയിൻറ്റെയിൻസ് QC അറ്റ് എ വാല്യൂ വിച്ച് ഇസ് ലെസ് ദാൻ KC. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഫോർവേഡ് റിയാക്ഷൻ അവിടെ നടന്നോളും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച് പറഞ്ഞു. ഇവിടെ എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഒരു എക്സ്പെരിമെന്റലി നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത കാര്യം പറഞ്ഞുതരാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഫക്റ്റ് ഓഫ് പ്രഷർ ചേഞ്ചിലേക്ക് നമ്മൾ പോകും. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ഒരു മിനിറ്റ്. യെസ്, okay, yes. So effect of concentration and experiment, this can be demonstrated by the following reaction. നമ്മുടെ അയൺ തയോസൈനേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, എടുത്ത സമയത്ത് ഇയാൾ എന്ത് കളറിലായിരുന്നു? യെല്ലോ കളറിലായിരുന്നു. SCN- എന്തില്ല? കളറില്ല. ഇവര് ഉണ്ടായി കഴിയുമ്പോൾ, ആ പുതിയൊരു കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ എന്ത് കളറാണുള്ളത്? ഡീപ്പ് റെഡ് കളറാണല്ലേ ഉള്ളത്. സോ ഡീപ്പ് റെഡ് കളറിലുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ KC എഴുതുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Fe3+ കോൺസെൻട്രേഷൻ ഇൻറ്റു SCN- concentration. A reddish color appears on adding 2 drops of 0.02 molar potassium thiocyanate solution to 1 ml of 0.2 molar iron 3 nitrate solution due to the formation of FeSCN-2+. അതായത് നമ്മുടെ അയണിനെ ഞാനിങ്ങനെ എടുത്തു വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഒരു യെല്ലോ കളർ സൊല്യൂഷൻ ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിലേക്ക് ഞാൻ എന്നിട്ട് എന്ത് ഇടുകയാണ്? ഒരു പൊട്ടാഷ്യം തയോസൈനേറ്റ് KCSN എന്ന് പറയുന്ന CNS എന്ന് പറയുന്ന നമ്മുടെ പൊട്ടാഷ്യം തയോസൈനേറ്റിന് ഞാൻ ഇതിലേക്ക് എടുത്തിടുകയാണ്. ഈ തയോസൈനേറ്റിന് എന്തില്ല? കളറില്ല. ഈ യെല്ലോയിലേക്ക് ഞാൻ കളറില്ലാത്ത ഒരാൾ ഇടുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിൽ എന്ത് കളർ വന്നു? ഒരു ഡീപ്പ് റെഡ് കളർ വന്നു തുടങ്ങി.
തുടങ്ങി. എന്നിട്ട് ആ റെഡ് കളർ ഇങ്ങനെ ഇന്റൻസിറ്റി കൂടാനായിട്ട് തുടങ്ങി. അതായത് ആ റിയാക്ഷൻ ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഈ ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, ആ ഒരു ഡീപ്പ് റെഡ് കളർ നമുക്ക് അവിടെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സമയം കൂടുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യുന്നത്, അതിങ്ങനെ അതിന്റെ എന്താ പറയുക ഇന്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം എന്താണ്, ആ റിയാക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കറക്റ്റ് അല്ലേ? യെസ്. സോ ദ ഇന്റൻസിറ്റി ഓഫ് ദ റെഡ് കളർ ബിക്കംസ് കോൺസ്റ്റന്റ് ഓൺ അറ്റൈനിങ് ഇക്വിലിബ്രിയം. എന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ആ ഇന്റൻസിറ്റി എന്ത് ചെയ്യും, പിന്നെ കൂടുന്നുമില്ല കുറയുന്നില്ല, അതേപോലെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ദിസ് ഇക്വിലിബ്രിയം ക്യാൻ ബി ഷിഫ്റ്റഡ് ഓൺ ഈതർ ദ ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് ഡിറക്ഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ചോയ്സ് ഓഫ് ആഡിങ് റിയാക്ടന്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്. നമുക്കറിയാം അക്കോർഡിംഗ് ടു ലേഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ ഞാൻ കുറച്ചും കൂടെ നമ്മുടെ ഈ ഒരു കോംപ്ലക്സ് എടുത്ത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ റിയാക്ഷൻ ബാക്ക്വേർഡ് നടക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ റെഡിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു 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 വരിക ചെയ്യാം. കറക്റ്റ് അല്ലേ? അങ്ങനെ എനിക്ക് മനസ്സിലാക്കാം എന്താണ് എഫക്റ്റ് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ അയൺ അതിലേക്ക് എടുത്തിടാന്ന് വിചാരിക്കുക. അയൺ അതിലേക്ക് കുറച്ചും കൂടെ എടുത്ത് വിട്ടാൽ ആ ഇന്റൻസിറ്റി എന്ത് ചെയ്യും, ഒന്നും കൂടെ അവിടെ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുക. കാരണം ഇവിടെ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറക്കാനായിട്ട് ഫോർവേഡ് റിയാക്ഷൻ അവിടെ കൂടുതലായിട്ട് നടക്കുകയാണ് ചെയ്യുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്, അതാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകിൽ നമ്മുടെ റിയാക്ടന്റിനെ പ്രോഡക്റ്റിനെ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാം. ദ ഇക്വിലിബ്രിയം ക്യാൻ ബി ഷിഫ്റ്റഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ബൈ ആഡിംഗ് ദ റിയേജൻസ് ദാറ്റ് റിമൂവ് Fe3+ or SCN- ion. Okay, for example, oxalic acid react with Fe3+ to form the stable complex FeC2O4 thrice 3-. അതായത് എനിക്കിപ്പം ഇതിലേക്ക് കൂടുതൽ Fe2 അവിടെ ഉള്ള Fe3+ എനിക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അവിടെ റിയാക്ഷൻ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതിലേക്ക് കുറച്ച് ഓക്സലേറ്റ് അല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, COOH, ഇതാണ് നമ്മുടെ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇയാൾ ഞാൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഉള്ള Fe3+ എല്ലാവരും കൂടെ ഇയാളായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോംപ്ലക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. എഫക്റ്റീവ്ലി അവിടെ എന്താ സംഭവിച്ചത്, Fe3+ ഫ്രീ ആയിട്ട് നിൽക്കുന്ന Fe3+ന്റെ എമൗണ്ട് അവിടെ കുറഞ്ഞു. ദാറ്റ് മീൻസ് റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക, റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് റിവേഴ്സ് റിയാക്ഷൻ അവിടെ നടക്കും. കറക്റ്റ് അല്ലേ? ദസ് ഡിക്രീസിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ Fe3+ ഇൻ അക്കോർഡൻസ് വിത്ത് Le Chatelier's പ്രിൻസിപ്പിൾ. നമുക്കറിയാം കോൺസെൻട്രേഷൻ സ്ട്രെസ് റിമൂവ്ഡ് Fe2+ന് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നിട്ട് നമ്മുടെ തയോസൈനേറ്റും നമ്മുടെ അയണും കൂടെയുള്ള ആ ഒരു കോംപ്ലക്സ് അവിടെ എന്ത് ചെയ്യും, അവരവിടെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് Fe3+ഉം SCN- മാറും. അങ്ങനെ ആവുമ്പോൾ ആ റെഡ് കളറിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമുക്കറിയാം ഇവർക്കാണ് ആ റെഡ് കളർ ഉള്ളത്. അയാൾ അവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ആ റെഡ് കളറിന്റെ ഇന്റൻസിറ്റി അവിടുന്ന് പോകും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ആൻഡ് അഡീഷൻ ഓഫ് aqueous HgCl2 എന്ത് സംഭവിക്കുന്നുണ്ട്, സെയിം റിയാക്ഷൻ ആണ് നടക്കുക. ഇവിടെ എന്താ നടക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Fe3+ന്റെ എമൗണ്ട് അല്ല അവിടെ മാറുന്നത്. ആരുടെ എമൗണ്ട് ആണ്, SCN- എന്ന് പറയുന്നത് നമ്മുടെ അയോണിന്റെ എമൗണ്ട് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. അതായാലും എന്താണ്, നമ്മുടെ റിയാക്ടൻ സൈഡ് തന്നെയാണ്. അപ്പോഴും എന്താ നടക്കുള്ളൂ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുള്ളൂ. ക്ലിയർ അല്ലേ? Okay, alle? Yes. And removal of free SCN- shift the equilibrium in the equation from right to left and replenish SCN- ion. Okay, alle? Clear alle? Yes. ആൻഡ് ഞാൻ വീണ്ടും കുറച്ചും കൂടെ പൊട്ടാഷ്യം തയോസൈനേറ്റ് എടുത്ത് അതിലേക്ക് ഇടായിരുന്നെങ്കിലോ KCNS എടുത്ത് ഞാൻ അതിലേക്ക് ഒന്നും കൂടെ ഇടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, എഗെയിൻ ഇവിടുത്തെ ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടുക ചെയ്യുക. ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ അത് കുറക്കാനായിട്ട് ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഫോർവേഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഡീപ്പ് റെഡ് ആയിട്ട് ഒന്നും കൂടെ റെഡിന്റെ ഇന്റൻസിറ്റി അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതാ പറഞ്ഞത് അഡീഷൻ ഓഫ് പൊട്ടാഷ്യം തയോസൈനേറ്റ് ഓൺ ദി അതർ ഹാൻഡ് ഇൻക്രീസസ് ദി കളർ ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ആൻഡ് ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ടുവേർഡ്സ് റൈറ്റ്, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കുക എന്ന് പറഞ്ഞത്. അതാണ് എന്ത് എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ പറയുന്ന കാര്യം. ഓക്കെ, യെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, എഫക്റ്റ് ഓഫ് പ്രഷർ ചേഞ്ചിന്റെ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് പ്രഷറിന്റെ ചേഞ്ച് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. Okay, so pressure change obtained by changing the volume can affect the yield of product in case of gaseous reactants, where the total number of moles of gaseous reactants and total number of moles of gaseous products are different. അതായത് നമ്മുടെ number of moles of gaseous products ഉം number of moles of gaseous reactants ന്റെയും എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ പ്രഷറിന് എഫക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. Okay, so in applying Le Chatelier's principle to the heterogeneous equilibrium, the effect of pressure change on solid and liquid can be ignored.
നോട്ട്. നമുക്കറിയാം സോൾട്ടും ലിക്വിഡും എന്തല്ല, കംപ്രസിബിൾ അല്ല. അങ്ങനത്തെ നമ്പർ ഓഫ് മോൾസിന്റെ കാര്യം അല്ലെങ്കിൽ പ്രഷറിന്റെ കാര്യം നമ്മൾ സോൾട്സിനും ലിക്വിഡിന്റെ കേസിൽ നമ്മൾ പറയാറില്ല. അവിടെ നമ്മൾ കോൺസെൻട്രേഷൻ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, യെസ്. അപ്പം ക്യാൻ ബി ഇഗ്നോർഡ് ബിക്കോസ് ദ വോളിയം ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ലിക്വിഡ് ഇസ് നിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ. നമുക്കറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ ഗ്യാസ് മോളിക്യൂൾസ് ഉള്ള റിയാക്ഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിയർ 4 moles ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്, അതായത് 1 mole കാർബൺ മോണോക്സൈഡും 3 moles ഹൈഡ്രജൻ മോളിക്യൂളാണ് നമുക്കുള്ളത്. ദേ ആർ ബിക്കമിങ് എന്ത് 2 moles ഓഫ് പ്രോഡക്ട്സ്, ഗേഷ്യസ് പ്രോഡക്ട്സ്, അതായത് 1 mole ഓഫ് മീഥേനും 1 mole ഓഫ് വാട്ടറുമായിട്ടാണ് ഇവരിവിടെ മാറുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സപ്പോസ് equilibrium mixture for the above reaction kept in a cylinder fitted with a piston at constant temperature is compressed to 1/2 of its original volume. അതിന്റെ ഒറിജിനൽ വോളിയത്തിന്റെ 1/2 ആയിട്ട് അതിനെ നമ്മൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ then the total pressure will be doubled. കാരണം നമുക്കറിയാം PV equal to constant അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ എന്താ പറയുക, ഗ്യാസ് ലോസിൽ നമ്മൾ പഠിക്കുന്നതാണ് PV ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം. സോ നമ്മൾ വോളിയം നമ്മൾ 1/2 ആക്കി കഴിഞ്ഞാൽ പ്രഷർ എന്താവും? ഡബിൾ ആയി മാറാണ് ചെയ്യുക. കറക്റ്റ് അല്ലേ? പാർഷ്യൽ പ്രഷർ ആൻഡ് therefore the concentration of the reactants and products have changed the mixer and no longer in the at equilibrium. അതായത് അവിടെ പ്രഷർ ചേഞ്ച് ചെയ്തു, അവർ ഇനി ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല. കാരണം അവർ പുതിയൊരു പ്രഷർ കണ്ടീഷൻ എത്തിക്കഴിഞ്ഞിട്ട് പുതിയൊരു ഇക്വിലിബ്രിയം അവർ അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. The direction in which the reaction goes to re-establish the equilibrium can be predicted by applying Le-Chatelier's principles. നമുക്ക് എന്ത് ചെയ്യാം? അത് റീഅറ്റൈൻ ചെയ്യുന്നത് നമുക്ക് Le-Chatelier's principle പ്രകാരം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. Since pressure has doubled, the equilibrium now shifts in the forward direction, the direction in which the number of moles of gas or pressure decreases. അതായത് നിങ്ങളൊന്നുമില്ല ആലോചിക്കുക, നമ്പർ ഓഫ് മോൾസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റിയാക്ടന്റിന്റെ സൈഡിലാണ് എന്ത് പ്രഷർ കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലായിട്ടുള്ളത്. പ്രോഡക്റ്റിന്റെ സൈഡിൽ എന്താണ്? പ്രഷർ കുറവാണ്. അപ്പൊ നമ്മൾ ഡബിൾ എന്താ പറയുക, ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ പ്രഷർ അവിടെ ഡബിൾ ആയി. വോളിയം നമ്മൾ ഡിക്രീസ് ചെയ്തു, പ്രഷർ ഡബിൾ ആയി. പ്രഷർ ഡബിൾ ആകുമ്പോൾ പ്രഷർ കുറക്കാനാണ് അക്കോർഡിംഗ് ടു Le-Chatelier's പ്രിൻസിപ്പിൾ അവർ നോക്കുന്നത്. പ്രഷർ കുറയ്ക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സ്ഥലത്തേക്ക് റിയാക്ഷൻ പോകണം, വിച്ച് ഈസ് ഫോർവേഡ് ഡിറക്ഷൻ ഇൻ ദിസ് കേസ്. ഈ കേസ് പെർട്ടിക്കുലർലി നമ്മൾ നോക്കുന്ന സമയത്ത് പ്രഷർ കുറയുന്നത് ഫോർവേഡ് ഡിറക്ഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, ഇവിടെ ഫോർവേഡ് ഡിറക്ഷനിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. കാരണം ഫോർവേഡ് ഡിറക്ഷനിൽ നടക്കുമ്പോഴാണ് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്ക് റിയാക്ഷൻ പോകുന്നത്. അപ്പോഴാണ് പ്രഷർ ഡിക്രീസ് ആവുന്നത് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ വി നോ ദാറ്റ് ദ പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾസ് ഓഫ് ദ ഗ്യാസ്, P പ്രൊപ്പോർഷണൽ ടു N എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ദിസ് കൻ ഓൾസോ ബി അണ്ടർസ്റ്റുഡ് ബൈ യൂസിങ് ദ റിയാക്ഷൻ കോഷ്യന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം എന്താണ്? വോളിയം ഓഫ് ദ മിക്സർ ഹാഫ് ചെയ്യുന്ന സമയത്ത് പാർഷ്യൽ പ്രഷർ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഗെറ്റ് ഡബിൾഡ്. അതായത് നമുക്കറിയാം അല്ലേ, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പെർട്ടിക്കുലർ വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ്. അതായത് ഇപ്പൊ ഞാൻ 1000 ml ഞാൻ വെള്ളം എടുത്തു, അതിൽ എനിക്ക് 10 ആയിരുന്നു നമ്പർ ഓഫ് മോൾസ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ അതിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 10/1000 അല്ലേ? യെസ്. ഇനി ഞാൻ അതിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ വോളിയം ഞാൻ 500 ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇതെത്രയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ? 0.01 ആയിരിക്കും. ഇനി ഞാൻ അതിന്റെ എന്താ പറയുക, അതിനെ വോളിയം ഇങ്ങനെ താത്തി നമ്പർ ഓഫ് മോൾസിൽ മാറ്റങ്ങളില്ല. അപ്പൊ എന്താണ്? 10/500 ആണ് വരുന്നത്. സോ 1/50 ആണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് വാട്ട് 0.02. ഇതിൽ ഏതാ വലുത്? കോൺസെൻട്രേഷൻ ഏതാ വലുത്? ഇതാ വലുത്. കറക്റ്റ് അല്ലേ? അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ചാൽ മതി. സെയിം നമ്പർ ഓഫ് മോൾസ് കുറച്ച് വോളിയത്തിലേക്ക് വരിക എന്ന് പറയുമ്പം ആ ഒരു കുറച്ച് വോളിയത്തിലുള്ള അതിന്റെ കുറെ സാധനങ്ങളുള്ള പോലെ അത് ഫീൽ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ആ കോൺസെൻട്രേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും. സോ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക? പ്രഷർ എന്താ പറയാ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വോളിയം ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷനും എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ക്യൂസിന്റെ ടേംസിലും പറയാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നോ ഡൗട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? QC ലെസ് ദാൻ KC ആയിട്ട് നമുക്ക് കിട്ടും. കാരണം എന്താണ്? നമ്മൾ അതിനെ ഈ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്ത് ചെയ്തത്? കോൺസെൻട്രേഷൻ നമ്മൾ അതിനെ കൂട്ടിയിട്ടുള്ളത്. സോ നമുക്ക് QC കുറഞ്ഞു കിട്ടും. സോ QC ലെസ് ദാൻ KC ആവുന്ന സമയത്ത് റിയാക്ഷൻ ഫോർവേഡ് ഡിറക്ഷനിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? പക്ഷേ ഈ കണ്ടീഷനിൽ നിങ്ങൾ നോക്കി നോക്കൂ, വെൻ ദ പ്രഷർ ഈസ് ഇൻക്രീസ് ദ റിയാക്ഷൻ ഗോസ് ഇൻ ദ റിവേഴ്സ് ഡിറക്ഷൻ. ഇവിടെ കാരണം എന്താ? ഇവിടെ കൂടുതൽ നമ്പർ ഓഫ് മോൾസ്, പ്രഷർ ഇവിടെയാണ്, ഇവിടെ കൂടുതൽ. ഇവിടെ എന്താണ്? പ്രഷർ കുറവാണ്. അപ്പൊ ഞാൻ ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക? ബാക്ക്വേർഡ് ഡിറക്ഷനിലാണ് നടക്കുക. ക്ലിയർ അല്ലേ? കാരണം ഇവിടെ പ്രഷർ കുറഞ്ഞ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ടന്റിന്റെ സൈഡാണ്. ക്ലിയർ അല്ലേ?
ഓക്കെ അല്ലേ? ഞാൻ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ നടക്കും? ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും. കാരണം പ്രഷർ കൂടിയ സൈഡ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ സൈഡാണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനേർട്ട് ഗ്യാസിന്റെ അഡീഷൻ ആണ്. ഇനേർട്ട് ഗ്യാസിനെ വോളിയം നമ്മൾ കോൺസ്റ്റന്റ് ആക്കിയിട്ട് ഇനേർട്ട് ഗ്യാസിനെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ ഒരു ചേഞ്ചും അവരെന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കുന്നില്ല. ഇക്വിലിബ്രിയം വിൽ റിമെയിൻ അൺഡിസ്റ്റർബ്ഡ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അതായത് വോളിയത്തിൽ നമ്മൾ ചേഞ്ച് കൊടുക്കാത്തോളം കാലം അവിടുത്തെ പ്രഷർ ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇവർ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്തെന്നില്ല, അവിടെ പ്രത്യേകിച്ച് വല്ല മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയത്തിലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. ഇഫ് ദ വോളിയം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് an inert gas such as argon is added which does not take part in the reaction, the equilibrium remains undisturbed എന്ന് നമുക്ക് പറയാം. And it is because the addition of an inert gas at constant volume does not change the partial pressure of or molar concentration of the substance involved in the reaction. അതാണ് ഞാൻ പറഞ്ഞത്, കോൺസ്റ്റന്റ് വോളിയത്തിൽ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രഷറിൽ ഒരു ചേഞ്ച് വരില്ല. കാരണം വോളിയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, പ്രഷർ ചേഞ്ച് ചെയ്യില്ല, കോൺസെൻട്രേഷനിലും ഒന്നും ചേഞ്ച് സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യില്ല, റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, ഇക്വിലിബ്രിയത്തിൽ ഒരു എഫക്റ്റും അവർ കാണിക്കുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഈ റിയാക്ഷൻ കോഷ്യന്റ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? ആഡഡ് ഗ്യാസ് റിയാക്റ്റന്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ അവിടെ നടക്കണം. അങ്ങനെയാണെങ്കിൽ റിയാക്റ്റന്റിന്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറയും. അങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോഴേ ഉണ്ടാവുന്നുള്ളൂ. ഇവരിവിടെ റിയാക്ട് ചെയ്യാത്തോടത്തോളം കാലം നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ല. ക്ലിയർ അല്ലേ? അതാണെന്ത് എഫക്ട് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമുക്ക് എപ്പോഴും നമ്മൾ കാണാറുള്ളത്. എന്തൊക്കെയാണ്? എക്സോതെർമിക് റിയാക്ഷൻ ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. Whenever an equilibrium is disturbed by the change in concentration, pressure or volume, the composition of the equilibrium mixture changes because of the reaction quotient no longer equals to the equilibrium constant. അതായത് ആ QC എന്താവും? QC ഈക്വൽ ടു KC ആണല്ലോ ഇക്വിലിബ്രിയത്തിൽ. അതെന്താവാണ്? ചേഞ്ച് ആവാണ്. നമ്മൾ പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വോളിയം ഇതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ. However, when change in temperature occurs, the value of equilibrium constant also get changed. അത് QCയിൽ ചേഞ്ച് വരുന്നതുകൊണ്ടാണോ? അല്ല, നമുക്ക് നോക്കി നോക്കാം. ഇൻ ജനറൽ ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈൻ ഓഫ് ഡെൽറ്റ എച്ച് ഓഫ് ദ റിയാക്ഷൻ. അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ എക്സോതെർമിക് ആണ്, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ എൻഡോതെർമിക് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. സോ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ എൻ എക്സോതെർമിക് റിയാക്ഷൻ ഡിക്രീസസ് ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ്. കാരണം എക്സോതെർമിക് റിയാക്ഷന് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അവർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് പ്രോഡക്റ്റിന്റെ സൈഡിലേക്ക് വരുമ്പോൾ. അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. കാരണം അവിടെ ഹീറ്റ് എനർജീനെ അവർ റിലീസ് ചെയ്യാണ് എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്ന സമയത്ത്. കറക്റ്റ് അല്ലേ? അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ എങ്ങോട്ടാ പോവാ? ടെമ്പറേച്ചർ കുറക്കുന്ന സൈഡിലേക്ക്. ടെമ്പറേച്ചർ കുറക്കുന്ന സൈഡ് എന്തായിരിക്കും? എപ്പോഴും പോസിറ്റീവ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോതെർമിക് ആയിരിക്കും. സോ ഇവിടെ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണിത്. ഞാൻ ടെമ്പറേച്ചർ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ലെ-ഷാറ്റ്ലിയർസ് പ്രിൻസിപ്പിൾ. അങ്ങനെ ഞാൻ ടെമ്പറേച്ചർ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ അവിടെ കുറേ നടക്കും. കാരണം ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോഴാണ് അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി ഞാൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതിനെന്ത് നടക്കണം? എൻഡോതെർമിക് റിയാക്ഷൻ നടക്കണം. ആ എൻഡോതെർമിക് റിയാക്ഷൻ ഇവിടെ എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ആരുടെ കേസിൽ? ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ. ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ പ്രോഡക്റ്റിന്റെ സൈഡിൽ ടെമ്പറേച്ചർ കുറവാണ്. ഞാൻ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം വിൽ ട്രൈ ടു റെഡ്യൂസ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എങ്ങോട്ട് പോകണം? പ്രോഡക്റ്റിന്റെ സൈഡിലേക്ക് പോകണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. Temperature changes affect the equilibrium constant and rate reactions. Rate of the reaction equilibrium constant എന്ത് ഡിപ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ എന്ത് എഫക്ട് ചെയ്യും? ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് അമോണിയ അക്കോർഡിംഗ് ടു ദ റിയാക്ഷൻ നമുക്കറിയാം. നമ്മുടെ ഹേബേഴ്സ് പ്രോസസ്സ് നടക്കുന്ന റിയാക്ഷന് പ്രകാരം നമ്മുടെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -92.38 കിലോ ജൂൾ പെർ മോൾ ആണ്. എന്താണ്? -92.38 കിലോ ജൂൾ പെർ മോൾ is an exothermic process. അതെന്താണ്? ഒരു exothermic process ആണ്. According to Le-Chatelier's principle, raising the temperature shifts the equilibrium towards left and decreases the equilibrium constant of ammonia. കറക്റ്റ് അല്ലേ? കാരണം എന്താ? അവിടെ കൂടുതൽ റിയാക്ടൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിലാണ് വലിയ വാല്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അവിടെ ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ഇൻ അതർ വേർഡ്സ്, ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ
ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. നമുക്ക് കൊമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ അമോണിയ കിട്ടണം. കൂടുതൽ അമോണിയ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കുറച്ച് കൊടുക്കണം. കാരണം ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. പക്ഷെ നമുക്ക് ടെമ്പറേച്ചർ അത്രയും കുറച്ച് ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് കഴിയുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ ഈ ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തിന്റെ കേസിൽ? നമ്മുടെ അമോണിയന്റെ ഈ ഒരു കമേഴ്ഷ്യൽ പ്രിപ്പറേഷന്റെ കേസിൽ നമ്മളൊരു കാറ്റലിസ്റ്റും കൂടെ അവിടെ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കാരണം നമുക്ക് അത്രയും ലോ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം റിയാക്ഷൻ അത്രയും ലോ ടെമ്പറേച്ചറിൽ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്. നെക്സ്റ്റ് വൺ നമ്മൾ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഒരു എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്. അതെന്താ നോക്കാം. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഇക്വിലിബ്രിയം ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ബൈ ടേക്കിംഗ് NO2 ഗ്യാസ്. NO2 ഗ്യാസ് എന്ന് പറയുമ്പോൾ ബ്രൗൺ ഇൻ കളർ ആണ്. വിച്ച് ഡൈമറൈസസ് ഇൻ ടു N2O4 ഗ്യാസ് വിച്ച് ഇസ് കളർലെസ്. സോ ഇവിടെ നമുക്കൊരു ബ്രൗൺ കളർ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു കളറും ഇല്ലാതെ കളർലെസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സോ NO2 ഗ്യാസ് പ്രിപ്പയർഡ് ബൈ അഡീഷൻ ഓഫ് കോപ്പർ turning into concentrated HNO3 is collected in the 5 ml test tube. എന്താ പറഞ്ഞത്? NO2 നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? HNO3നെ നമുക്ക് കോപ്പറിനെ HNO3യിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ഈസ് കളക്റ്റഡ് ഇൻ ദ 5 ml ടെസ്റ്റ് ട്യൂബ് എൻഷുറിംഗ് സെയിം ഇന്റൻസിറ്റി ഓഫ് കളർ ഓഫ് ഗ്യാസ് ഇൻ ഈച്ച് ടെസ്റ്റ് ട്യൂബ് ആൻഡ് ദ സ്റ്റോപ്പർ ഇസ് സീൽഡ് വിത്ത് araldite and 3 250 ml beakers 1 and 2 3 containing freezing mixtures. ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്താണ്? ബീക്കർ ഫിൽഡ് വിത്ത് ഫ്രീസിംഗ് മിക്സ്ചർ ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 270 കെൽവിനിൽ, വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ 298 കെൽവിനിൽ, വാട്ടർ അറ്റ് 360 കെൽവിൻ. ഇങ്ങനെ 3 ബീക്കേഴ്സ് നമ്മൾ 3 കണ്ടീഷൻസ് ആക്കി ഇവിടെ എടുത്ത് വെച്ചേക്കാണുള്ളത്. ഈ ഓരോ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ആരുണ്ട്? നമ്മുടെ ഈ ഒരു NO2 ഉണ്ട്. ക്ലിയർ അല്ലേ? NO2 അവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഫ്രീസിംഗ് മിക്സ്ചർ, വാട്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ, ഹോട്ട് വാട്ടർ, ഇത്രയുമാണ് നമ്മൾ എടുത്തിട്ടുള്ള കണ്ടീഷൻസ്. ഓക്കെ അല്ലേ? ബോത്ത് ദ ടെസ്റ്റ് ട്യൂബ് ആർ പ്ലേസ്ഡ് ഇൻ ദ ബീക്കർ 2 ഫോർ 8 to 10 minutes after this one placed in beaker 1 and then the other one in beaker 3. അതായത് ഒന്നിൽ നമ്മൾ ആദ്യം വെച്ചു, then ഇതിനെ നമ്മൾ ഇതിലേക്ക് വെച്ചു, then again ഇതിനെ രണ്ടിനെയും എടുത്ത് നമ്മൾ എങ്ങോട്ട് വെച്ചു? ഇതിന്റെ സെക്കൻഡ് ബീക്കറിലേക്ക് നമ്മൾ വെച്ചു. Okay, alle? The effect of temperature on direction of the reaction is depicted very well by this experiment. At a low temperature in the beaker 1, forward reaction of the formation of N2O4 is കാണാൻ പറ്റും. കാരണം എന്താണ്? ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ NO2 അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ ഡാർക്ക് ബ്രൗൺ കളറിലായിരിക്കും നമുക്ക് അവിടെ ടെസ്റ്റ് ട്യൂബിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? ഇനി അതിനടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? ടെമ്പറേച്ചർ കുറച്ചും കൂടെ അവിടെ എന്തായി? റൂം ടെമ്പറേച്ചർ ആയിട്ട് മാറി. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലോ ടെമ്പറേച്ചർ ഇൻ ദ ബീക്കർ 1 the forward reaction of formation of N2O4 is preferred and the reaction is exothermic and thus the intensity of brown color due to NO2 decreases. Sorry, നമ്മൾ NO2 ആണ് എടുക്കുന്നത്. ആ NO2 N2O4 ആവുന്ന ഫോർവേഡ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക. കാരണം ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഫോർവേഡ് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ബ്രൗൺ കളറിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. കാരണം നമുക്ക് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താണ്? കളർലെസ് ആണ്. ഓക്കെ ആണോ? ബീക്കർ 3 നമ്മൾ ഹൈ ടെമ്പറേച്ചറിലാണ് എടുക്കുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ എടുക്കുമ്പോൾ എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുക. കാരണം ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ NO2 ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുക. ബ്രൗൺ കളർ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ രണ്ടിനെയും എടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് വെക്കുകയാണ്? നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്ക് വെക്കുമ്പോൾ എഗെയിൻ അവരെന്താവും? നോർമൽ കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ എക്സ്പെരിമെന്റലി ഈ ഒരു റിയാക്ഷൻ നമ്മൾ തെളിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതേ കാര്യം നമുക്ക് എൻഡോതെർമിക് റിയാക്ഷൻസിലും പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നെക്സ്റ്റ് വൺ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ആണ് നമുക്ക് പറയാനായിട്ടുള്ളത്. എ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബൈ മേക്കിംഗ് അവൈലബിൾ എ ന്യൂ എനർജി പാത്വേ ഫോർ ദ കൺവേർഷൻ ഓഫ് റിയാക്ടൻസ് ടു പ്രോഡക്ട്സ്. നമുക്ക് അറിയുന്ന കാര്യമല്ലേ? നമ്മുടെ ആക്ടിവേഷൻ എനർജി ഇത്രയും ആണെങ്കിൽ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ആ ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്യും? ഇത്രയും ആക്കി റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ഇത്ര എനർജി ഉള്ള ആളുകൾക്ക് പോലും ഇപ്പൊ ആരായിട്ട് മാറാം? പ്രോഡക്റ്റ് ആയിട്ട് മാറാം. മുന്നേ ഇത്ര എനർജി എങ്കിലും ഉള്ള ആളുകൾക്ക് മാത്രമേ എന്തായിട്ട് മാറാൻ പറ്റുള്ളായിരുന്നു? നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളായിരുന്നു. സോ എന്താ നമ്മുടെ കാറ്റലിസ്റ്റ് ചെയ്യുന്നത്? ഒരു പുതിയ എനർജി പാത്വേ ഉണ്ടാക്കി കൊടുക്കുകയാണ്, കൂടുതൽ റിയാക്ടൻസിന് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറാനായിട്ട്. പക്ഷേ ഇവർ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കറക്റ്റ് അല്ലേ? യെസ്. സോ ഫോർ ദ കൺവേർഷൻ ഓഫ് റിയാക്ടൻസ് ടു പ്രോഡക്ട്സ് ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ
and a reverse reaction that pass through the same transition state and does not affect the equilibrium. അതായത് ഇവർ ഫോർവേഡ് റിയാക്ഷനെ എത്ര ഫാസ്റ്റ് ആക്കി നടത്തുന്നുണ്ടോ അത്രയും ഫാസ്റ്റ് ആക്കി തന്നെ എന്തും നടത്തും, ബാക്ക്വേർഡ് റിയാക്ഷനും നടത്തും. അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയത്തിൽ അവിടെ എന്ത് സംഭവിക്കില്ല, ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. കാറ്റലിസ്റ്റ് ലോവേഴ്സ് ദി ആക്ടിവേഷൻ എനർജി ഫോർ ദ ഫോർവേഡ് ആൻഡ് ദ റിവേഴ്സ് റിയാക്ഷൻസ് by exactly same amount. Okay, so catalyst does not affect the equilibrium composition of a reaction mixture എന്ന് നമുക്ക് പറയാം. It does not appear in the balanced chemical equation. അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ ഇക്വേഷനിലോ നമ്മുടെ പ്രോഡക്റ്റിലോ ഒന്നും മാറില്ല, നമ്മുടെ കാറ്റലിസ്റ്റ് ഇല്ല. കാറ്റലിസ്റ്റ് നമ്മൾ എങ്ങനെ ഇട്ടോ അതുപോലെ തന്നെ നമുക്ക് ആ റിയാക്ഷൻ കഴിഞ്ഞിട്ട് അതിനെ തിരിച്ചെടുക്കാനായിട്ട് കഴിയും. കറക്റ്റ്? ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഹേബേഴ്സ് പ്രോസസ്സിന്റെ കാര്യമല്ലേ. സോ ലെറ്റ് us consider the formation of ammonia from dinitrogen and dihydrogen, which is highly exothermic reaction and proceeds with a decrease in total number of moles formed as compared to the reactants. അതായത് N2 plus 3H2 gives 2NH3. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് എക്സോതെർമിക് റിയാക്ഷൻ ആണ്, പ്രഷർ ഇവിടെയാണ് കൂടുതൽ. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അതാണ് അവർ പറഞ്ഞത്. അറ്റ് ലോ ടെമ്പറേച്ചർ റേറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. നമുക്കറിയാം ടെമ്പറേച്ചർ ഞാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. കാരണം ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അറ്റ് ലോ ടെമ്പറേച്ചർ റേറ്റ് ഡിക്രീസസ് ആൻഡ് ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ടു റീച്ച് ദ ഇക്വിലിബ്രിയം. നമ്മൾ ടെമ്പറേച്ചർ വളരെ കുറച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കുന്ന റേറ്റ് വളരെ സ്ലോ ആയിട്ട്, ഫോർവേഡ് റിയാക്ഷൻ നടക്കും പക്ഷെ വളരെ സ്ലോ ആയിട്ടായിരിക്കും. അപ്പൊ ഇക്വിലിബ്രിയം എത്താൻ ഒരുപാട് സമയം അവരെടുക്കും. അപ്പോഴാണ് നമ്മുടെ ആര് വരുന്നത്, നമ്മുടെ കാറ്റലിസ്റ്റ് അവിടെ വരുന്നത്. സോ ദ ജർമ്മൻ കെമിസ്റ്റ് ഫ്രിറ്റ്സ് ഹേബർ ഡിസ്കവേർഡ് ദാറ്റ് ദ കാറ്റലിസ്റ്റ് കൺസിസ്റ്റിംഗ് അയൺ കാറ്റലിസ്റ്റ് ദ റിയാക്ഷൻ ടു ഒക്കർ അറ്റ് എ സാറ്റിസ്ഫാക്ടറി റേറ്റ് ആൻഡ് ടെമ്പറേച്ചർ. സോ നമ്മൾ അയൺ കാറ്റലിസ്റ്റിന് ഇട്ട് കഴിഞ്ഞപ്പോൾ അത്രയും ലോ ടെമ്പറേച്ചറിലേക്ക് പോവാതെ ഒരു മാന്യമായിട്ടുള്ള ടെമ്പറേച്ചറിൽ ഫാസ്റ്റ് ആയിട്ട് ഈ റിയാക്ഷൻ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ക്ലിയർ ആണോ? വേർ ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഈസ് റീസണബിളി ഫേവറബിൾ. Okay, so since the number of moles formed in the reaction is less than those of the reactants, ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇവിടെ പ്രഷർ എന്താണ്, കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങോട്ട് വരും, ഫോർവേഡ് റിയാക്ഷനിലേക്ക് വരും. സോ നമുക്കുള്ള കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു, ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ കണ്ടീഷൻ ആണ് നമ്മൾ ഹേബേഴ്സ് പ്രോസസ്സിൽ നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇൻക്രീസിങ് പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ yield ഓഫ് അമോണിയ ഉണ്ടാക്കാം. സോ ദി ഒപ്റ്റിമം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ ദ സിന്തസിസ് ഓഫ് അമോണിയ യൂസിങ് കാറ്റലിസ്റ്റ് ആർ അറൌണ്ട് 500 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 200 ATM. അത്രയും 500 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ 200 ATM പ്രഷറും കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു എന്താ പറയുക, ഒരു നമുക്ക് പറ്റുന്ന ഒരു yield ഓഫ് അമോണിയ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സെയിം പ്രോസസ് നമ്മുടെ കോണ്ടാക്ട് പ്രോസസ്സിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ KC എന്ന് പറയുന്നത് 1.7 × 10⁻26 ആണ്. ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് 1ADM പെന്റോക്സൈഡ് ആണ്. ഓക്കെ, 1ADM പെന്റോക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പ്ലാറ്റിനം അല്ലെങ്കിൽ 1ADM പെന്റോക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു റിയാക്ഷനെ കാറ്റലിസ്റ്റ്, അതായത് അതിന്റെ റേറ്റ് ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ഇത്രയാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചിട്ടാണ്. അയോണിക് ഇക്വിലിബ്രിയം ഇനിയും പകുതി ചാപ്റ്റർ നമുക്ക് നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം കൂടെ ഒരു ദിവസം കേട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഇത്രയും മതി. നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയം വേറൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പറയാം കേട്ടോ. യെസ്, ഡൗട്ട് എല്ലാം ഞാൻ തീർത്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് നോക്കാം. ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ആൻഡ് ഇത് കൂടാതെ എനിക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ MVSAT എക്സാമിനെ കുറിച്ച് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുന്നേ തന്നെ. മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് ആണിത്. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു എക്സാം കയറി ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. കാരണം വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എക്സാംസ് ആണ്. കാരണം ഇതിന്റെ റിവാർഡ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അടിപൊളി റിവാർഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. കേരള സ്റ്റുഡൻസിന് എസ്പെഷ്യലി എക്സാം നടക്കുന്നത് ഓൺലൈൻ മോഡിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. December 2 to December 10 വരെ ഏതൊരു സമയത്തും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയും.
ഒരിക്കലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷനോ രജിസ്ട്രേഷൻ ഫീയോ ഒന്നുമില്ലാത്തൊരു എക്സാമാണ് നമ്മുടെ ഈ ഒരു അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് റിവാർഡ്സും വേദാന്തുവിൻ്റെ അണ്ടറിലുള്ള കോഴ്സസ് നിങ്ങൾക്ക് അപ് ടു 100% വരെ എന്താ പറയുക ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. സോ നിങ്ങൾ എന്തായാലും പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് തന്നെ നമുക്ക് പറയാം. ഓഫ്ലൈൻ ആയിട്ട് എക്സാം നടക്കുന്നുണ്ട്. ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, ട്രിച്ചി, വിശാഖപട്ടണം, ഹൈദരാബാദ്, വിജയവാഡ, ഡൽഹി, ബാംഗ്ലൂർ, പൂനെ, നാഗ്പൂർ, ഔറംഗാബാദ് ആൻഡ് പട്യാല, മുസാഫർപൂർ ഇത്രയും സ്ഥലത്താണ് ഓഫ്ലൈൻ ആയിട്ട് നടക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഓഫ്ലൈൻ ആയിട്ട് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ടായിരിക്കുക. ബാംഗ്ലൂർ ഇങ്ങനെയായിരിക്കും നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ടുണ്ടായിരിക്കുക. ഓക്കെ, YMVSAT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ പെർഫോമൻസ് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. ഓൾ ഇന്ത്യ നമുക്ക് എന്താ പറയുക ഓരോ ദിവസവും രജിസ്ട്രേഷൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത്രയും കുട്ടികളോട് മത്സരിച്ചിട്ട് നിങ്ങളുടെ റാങ്ക് എവിടെ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇനി ഓഫ്ലൈൻ ആയിട്ട് എഴുതുന്ന കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും നമുക്ക് ഗിഫ്റ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഓഫ്ലൈൻ ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിക്ക് നമ്മുടെ എന്താ പറയുക സ്പേസ് റിസർച്ച് സെൻറ്ററിൽ 5 days സ്റ്റേ ആണ് അവിടെ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. 5 days നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതുകൂടാതെ ഓൺലൈൻ ആയിട്ടുള്ള കുട്ടികൾക്കും ഡ്രോൺ, ടെലസ്കോപ്പ്, സ്മാർട്ട് വാച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. സോ അഷ്വേർഡ് സ്കോളർഷിപ്പ് അപ് ടു 100% ഇൻ വേദാന്തു കോഴ്സസ് ആണ് നമ്മൾ പറയുന്നത്. ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന കുട്ടിക്ക് 5 day പ്രോഗ്രാം ഉണ്ട്. ഇത് ഓഫ്ലൈൻ കോഴ്സിന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ എഴുതുന്ന എക്സാം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ആണെങ്കിൽ ഡ്രോൺസ്, സ്മാർട്ട് വാച്ച്, ടെലസ്കോപ്പ് ആൻഡ് മച്ച് മോർ ആർ അവൈറ്റിംഗ് ഫോർ യു ഗൈസ്. സോ നിങ്ങൾ എന്തായാലും ഈ ഒരു എക്സാം രജിസ്റ്റർ ചെയ്യുക. കാരണം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ്സ് എ ഫ്രീ രജിസ്ട്രേഷൻ. ക്ലിയർ? ഓക്കെ, സോ എന്തായാലും നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യുക. ഞങ്ങൾ എല്ലാ സെഷനിലും ഇത് പറയുന്നത് അത്രയും ജെനുവിൻ ആയിട്ട് പറയാനായിട്ടുള്ള കാരണം ഇത് തന്നെയാണ്. ഇത്രയും ഒരു കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയും. സോ 8 to 12 എന്താ പറയുക ക്ലാസ് 8 to class 12 പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത് എഴുതാനായിട്ട് കഴിയും. സോ നിങ്ങൾ ഇതൊന്ന് എന്തായാലും പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ. നിങ്ങളുടെ കസിൻസിനോടും നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും കൂടെ എഴുതാനായിട്ട് പറയാം. ഞാനിപ്പം ക്ലാസ് 11 and 12 JEE ആസ്പിറൻസിനും നീറ്റ് ആസ്പിറൻസിനും എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ ഫിസിക്സിൽ 10 question, കെമിസ്ട്രി 10 question, മാത്സ് 10 question എന്നാണ് JEE ആസ്പിറൻസ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറും കാര്യങ്ങളും വരുന്നത്. ഇനി നമ്മുടെ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 hour ആണ്. ഇതിൻ്റെ ടൈം 60 minutes ആണ് നമ്മൾ പറഞ്ഞു. ഓരോ കറക്റ്റ് ആൻസറിനും 4 marks നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ നോ നെഗറ്റീവ് മാർക്കിങ്ങും ആണ് വേറൊരു ഹൈലൈറ്റ് ഉള്ളത്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടും എന്താ പറയുക നമുക്ക് ഈ ഒരു എക്സാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണുള്ളത്. സോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രജിസ്റ്റർ ചെയ്യാൻ വെറും 1-2 minute നിങ്ങൾക്ക് മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് December 2nd വരെ ടൈം ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ക്ലാസ് 11 and 12 JEE ആസ്പിറൻസിന് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നീറ്റ് ആസ്പിറൻസ് ആണെങ്കിൽ ഫിസിക്സിന് 15, കെമിസ്ട്രി 15 ആൻഡ് ബയോളജി 30 questions ആണുള്ളത്. എഗെയിൻ 1 hour ആണ് നമ്മുടെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. എഗെയിൻ 4 marks ആണ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 4 ഓപ്ഷൻസും ആയിരിക്കും ഉണ്ടായിരിക്കുക. 4 marks കിട്ടിക്കഴിഞ്ഞാൽ ആൻഡ് നോ നെഗറ്റീവ് മാർക്കിംഗ് ആണ് ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക മാർക്കിംഗ് സിസ്റ്റം വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഓഫ്ലൈൻ ഷെഡ്യൂൾ ആണ് കേട്ടോ. യെസ്, ഇനി MVSAT ഓഫ്ലൈൻ സെൻറ്റേഴ്സ് നിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ വല്ല മാർഗവും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതും ട്രൈ ചെയ്യാം. ഇത് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന കുട്ടിക്കാണ് ഈ ഒരു കാര്യം പറയുന്നത്. ദെൻ അഷ്വേർഡ് സ്കോളർഷിപ്പ് അപ് ടു 100% ആണ് നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ആൻഡ് അഗെയിൻ ഡ്രോൺസ്, ടെലസ്കോപ്പ്, സ്മാർട്ട് വാച്ചസ് എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷൻസും നിങ്ങൾക്കുണ്ട്. ആൻഡ് ദെൻ നിങ്ങളുടെ ഓൾ ഇന്ത്യ ലെവലിൽ മത്സരിച്ചിട്ടുള്ള ഒരു റാങ്ക് ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? രജിസ്റ്റർ നൗ for free. Okay, yes, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ യെസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഗൈസ്. അപ്പോൾ tata, bye bye. This is me Shibila signing off from Vedantu Malayalam. See you again in the next video with a new topic. Till then, bye bye.